ഓക്കെ. അപ്പം നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വേർഡ് വിൻഡോ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേർഡ് ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ, അതിൻ്റെ ഫയൽ ഫോർമാറ്റ് കാര്യങ്ങൾ, അവിടെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പുതിയ ഫീച്ചറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഭാഗമാണ് നോക്കുന്നത്. അതിൽ ഇന്നലെ ഞാനൊരു ടോപ്പിക്ക് പറയാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിലെ മറ്റ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേർഡ് വിൻഡോയിൽ ഞാൻ നെക്സ്റ്റ് സ്ക്രീൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം 13 ടോപ്പിക്കുകൾ വേർഡ് വിൻഡോയിൽ തന്നെ പഠിക്കാനുണ്ട്. അതിൽ നമ്മളുടെ ഈ ഒരു അവറിനകത്ത് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നോ അത്രയാണ് നമ്മൾ പോവുക. ഓക്കെ, ബാക്കി നാളെ നമുക്ക് ലൈവ് ഉണ്ട്, അതിനകത്താണ് എടുക്കാം. സോ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ആദ്യം ഓഫീസ് പാക്കേജ് എന്താണെന്നുള്ളത് പഠിച്ചിട്ട് പോവാം. അതായത് ഓഫീസ് ഓട്ടോമേഷന് സഹായിക്കുന്ന ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയറിനെയാണ് ഓഫീസ് പാക്കേജ് എന്ന് പറയാം. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഓഫീസിലെ പ്രവർത്തനങ്ങൾ ഓട്ടോമാറ്റിക് ആക്കാനായിട്ട്, കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ടും സുതാര്യമാക്കാനൊക്കെ ആയിട്ട് ഒരു കൂട്ടം സോഫ്റ്റ്വെയറുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഓഫീസിലെ പ്രവർത്തനങ്ങളെ ഓട്ടോമാറ്റ് ആക്കാൻ സഹായിക്കുന്ന കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഓഫീസ് പാക്കേജ് എന്ന് പറയുന്നത്. ഇനി മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇത് ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ്. മൈക്രോസോഫ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതൊരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളത് ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഈ ഒരു മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഉള്ളത് വേർഡ് ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. ഡോക്യുമെന്റിന്റെ പ്രിപ്പറേഷൻ, ടൈപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് വേർഡ് ഹെൽപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തത് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. എന്താണ്, സ്പ്രെഡ്ഷീറ്റ്, കാൽക്കുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാൽക്കുലേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എക്സൽ. ഇനി നമ്മൾ ഒരു പ്രസന്റേഷൻ, ഒരു ബോർഡ് മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ആനുവൽ മീറ്റിങ്ങിനോ ഒക്കെ ആയിട്ട് നമ്മളുടെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു സ്കൂളിന്റെ എന്താണ് പ്രോഗ്രസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക, ഒരു സെമിനാർ എടുക്കുക, പ്രോജക്റ്റ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെ കുറച്ചുകൂടെ കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വിഷ്വൽ എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ലൈക്ക് നമ്മൾ പറയുന്നതിന്റെ കൂടെ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത് പോലെ കാണുമ്പം കാണുന്നവർക്ക് അത് കുറച്ചുകൂടെ, അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൽ ഇരിക്കുന്നവർക്ക് കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് നിൽക്കാനൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ആണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിൽ മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ആക്സസ്. ഡാറ്റാബേസ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ ഡാറ്റാസ് കൈകാര്യം ചെയ്യുന്നതിനും അതിൻ്റെ ഓൾട്രേഷൻ, ആഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ആണ്, ഓഫീസ് പാക്കേജിനകത്ത് വരുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത്. ഈ ആക്സസിന്റെ എക്സ്റ്റൻഷൻ കൂടെ ഓർത്തിരിക്കുക. .acc-db എന്നുള്ളതാണ്. ആക്സസ് ഡാറ്റാബേസ് എന്നുള്ളതാണ് ഇതിന്റെ എക്സ്റ്റൻഷൻ ട്ടോ. .acc-db എന്നുള്ളതാണ് എക്സ്റ്റൻഷൻ. പക്ഷേ നമ്മൾ മെയിൽ മെർജ് എടുക്കുന്ന സമയത്ത്, വേർഡിൽ മെയിൽ മെർജ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ആക്സസ് ആണ്. ആ സമയത്ത് നമ്മൾ സേവ് ചെയ്യുന്നത് .mdb എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലാണ്. മൈക്രോസോഫ്റ്റ് ഡാറ്റാബേസ് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം. ഇത് ആക്സസ് ഡാറ്റാബേസ് എന്നുള്ളതാണ്. ആക്സസിന്റെ ഡീഫോൾട്ട് എക്സ്റ്റൻഷൻ ആണ് .acc-db എന്നുള്ളത്. ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? പെട്ടെന്ന് പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. സോ ഇനി ഇതിന്റെ ബാക്കി കൂടെ പറയാം. പിന്നെ വരുന്നതാണ് മൈക്രോസോഫ്റ്റ് ഓഫീസിനകത്ത് വരുന്ന പബ്ലിഷർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. നമ്മളുടെ കോളേജിന്റെ ID കാർഡുകൾ, അല്ലെങ്കിൽ റിപ്പോർട്ട് കാർഡുകൾ, സർട്ടിഫിക്കറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് അത്തരത്തിൽ പ്രിന്റ് എടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് പബ്ലിഷർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിൽ വരുന്നതാണ്. പിന്നെ ഉള്ളതാണ് വൺ നോട്ട്. അതായത് നമ്മൾ നോട്ട് എഴുതത്തില്ലേ, ഡ്രാഫ്റ്റ് രീതിയിൽ നോട്ട്സ് എഴുതുമല്ലോ സാധാരണ, നമ്മളുടെ വിൻഡോസിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടല്ലോ, ആ കാര്യം തന്നെ മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സ് ആണ്. അതായത് നമുക്കിപ്പം നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും കുറിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ, ലൈക്ക് നമ്മളുടെ ഡയറിയോ അങ്ങനെയുള്ള പോലെയൊക്കെ കുറിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് നോട്ടുകളായിട്ട് എഴുതി തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വൺ നോട്ട് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. വേർഡിനകത്ത് ചെയ്യുന്നത് പോലെ
ഒത്തിരി ഫോർമാറ്റും കാര്യങ്ങളൊന്നും അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ ബുള്ളറ്റ് ആഡ് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ ടെക്സ്റ്റുകൾ ഇങ്ങനെ എഴുതി പോവാം. ഓക്കെ. അപ്പോൾ ഒരു മീറ്റിംഗിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള മിനിറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എഴുതാനായിട്ട് ഈ വൺ നോട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. ഇനി ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിനകത്ത് വരുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞത് ആക്ച്വലി എന്താണ്, ഇമെയിൽ ക്ലയന്റ് ആണ്. ഈ പേര് പഠിച്ചിരിക്കണം. ഇമെയിൽ ക്ലയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ പറയാ, ഇപ്പൊ ഞാൻ ഈ കമ്പ്യൂട്ടർ ഓൺ ആക്കിന്ന് വെക്കുക. ഈ കമ്പ്യൂട്ടർ ഓൺ ആക്കിയ ഉടനെ തന്നെ എൻ്റെ മെയിലിൽ ഏതൊക്കെ മെയിൽ വന്നിട്ടുണ്ട്, എനിക്ക് എന്തൊക്കെ സ്നൂസഡ് കണ്ടന്റുകൾ വരുന്നുണ്ട്, അതായത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം കയറുന്ന സമയത്ത് കാണണം എന്ന് വിചാരിച്ചു വെക്കുന്ന മെയിലുകളൊന്നും എനിക്ക് കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ കാണത്തില്ല. ഞാൻ എന്ത് ചെയ്യണം, ജിമെയിലിൽ കയറി ജിമെയിൽ സൈറ്റ് ഓപ്പൺ ആക്കിയെങ്കിൽ മാത്രമാണ് എൻ്റെ മെയിൽ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഞാനത് വിട്ടുപോയി എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാവും അല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് കയറാൻ താമസിക്കുക അല്ലെങ്കിൽ മറന്നുപോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യം ആ മെയിലിനകത്ത് സംഭവിക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ കൊണ്ടുവരവ് ഉണ്ടായിട്ടുള്ളത്. ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇമെയിൽ ക്ലയന്റ് ആണ്. അതായത് നമ്മളുടെ മൈക്രോസോഫ്റ്റിന് ഒരു ഐഡി ഉണ്ടായിരിക്കും. നമുക്ക് ഓരോരുത്തരുടെയും ഒരു യൂസർ ഐഡി മൈക്രോസോഫ്റ്റിന് ഉണ്ടായിരിക്കും. മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് എന്നാണ് അതിനെ പറയുക. അപ്പൊ അത് വെച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പം നമുക്ക് ലഭിക്കുന്ന എല്ലാ മെയിലുകളും നമ്മളുടെ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ തന്നെ വരും. അതിൽ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാനും ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ സിസ്റ്റം ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് മെയിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇത്ര മെയിലുകൾ വന്നിട്ടുണ്ട്, ഇന്ന് ഇത്ര മെയിലുകൾ നമുക്ക് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പം ഒരു ഓഫീസിനെ സംബന്ധിച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഇമെയിൽ ക്ലയന്റ് എന്നാണ് പറയുക. ക്ലിയർ ആണോ? ഇതിനകത്ത് തന്നെ കോണ്ടാക്റ്റുകൾ ഉണ്ട്. ഔട്ട്ലുക്ക് കോണ്ടാക്ട് എന്നാണ് പറയുക. നമ്മളുടെ മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് നമ്മൾ മെയിൽ മെർജ് കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്ത് ഉണ്ട് ഔട്ട്ലുക്ക് കോണ്ടാക്റ്റിൽ നിന്ന് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഔട്ട്ലുക്കിൽ നമ്മൾ കോണ്ടാക്റ്റുകൾ സേവ് ചെയ്യുന്നതും ഡാറ്റാബേസുകളായിട്ടാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ നമുക്ക് മെയിലുകൾ കാണാനും മെയിൽ അയക്കാനും റീഡ് ചെയ്യാനും സ്നൂസ് ചെയ്യാനും, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിനെ റിപ്പീറ്റ് ആയിട്ട് കാണിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഔട്ട്ലുക്ക് ഉപയോഗിക്കാം. ഒരു ഓഫീസിനെ സംബന്ധിച്ച് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ഇനി വേറെ ഒരെണ്ണാണ് വൺ ഡ്രൈവ്. വൺ ഡ്രൈവ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺ ഡ്രൈവ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലൗഡ് സ്പേസ് ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് പാലക്കാട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് വെക്കാം. അപ്പം ഞാൻ പാലക്കാട് പോകുന്ന സമയത്ത് എനിക്ക് ഈ ലാപ്ടോപ്പും അല്ലെങ്കിൽ കമ്പ്യൂട്ടറും ഈ മൈക്കും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ട എക്സാമുകൾ അതുപോലെയുള്ള ലിങ്കുകൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് നമുക്ക് എത്തിക്കുകയും വേണം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനകത്താണ് സേവ് ചെയ്തിട്ടേക്കണമെന്നുണ്ടെങ്കിൽ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഈ കമ്പ്യൂട്ടർ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് മാത്രമേ അത് എടുക്കാനും അത് ആക്സസ് ചെയ്യാനും പറ്റുണ്ടാവുള്ളൂ. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇന്റർനെറ്റിൽ ഒരു വിർച്വൽ സ്പേസിൽ സേവ് ചെയ്തിടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന, ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആ വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിൽ ആ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലൗഡ് സ്റ്റോറേജ് സ്പേസിനെയാണ് വൺ ഡ്രൈവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വൺ ഡ്രൈവ് എന്ന് പറയുന്ന കാര്യം. ദെൻ നമ്മളിനി വേർഡ് വിൻഡോനെ കുറിച്ച് പഠിക്കുകയാണ്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? നിങ്ങൾക്ക് അതിനകത്ത് എഴുതിയേക്കുന്ന കാര്യങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ സൂം ചെയ്യാൻ പറ്റും കേട്ടോ. സൂം ചെയ്യാവേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓരോന്ന് പഠിച്ചതിന് ശേഷം ഒന്നെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലായിരിക്കും അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിലായിരിക്കും ഇതിൻ്റെ ഡെമോ കാണിക്കുന്നുണ്ടാവുക. ഒരുമിച്ച് കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയായിരിക്കും ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് മുകളിൽ നിന്ന് നമ്മൾ താഴേക്കാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും കോർണറിൽ നമുക്ക് എന്തുണ്ട്? ഓഫീസ് ബട്ടൺ ഉണ്ട്. ഈ റൗണ്ട് ചെയ്തേക്കുന്ന ഈ ഭാഗമാണ് ഓഫീസ് ബട്ടൺ എന്ന് പറയുന്നത്. ഓഫീസ് ബട്ടന് തൊട്ടടുത്തായിട്ടാണ് ആരുള്ളത്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉള്ളത്. ഓക്കെ, ഓഫീസ് ബട്ടനോട് തൊട്ടടുത്താണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉള്ളത്. ഇനി
ഇത്രയും ഭാഗം ഈ ഡോക്യുമെന്റിന്റെ പേരും ആപ്ലിക്കേഷൻ നെയിമും കാണിക്കുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ടൈറ്റിൽ ബാർ എന്ന് പറയാ. ഇത് മൊത്തത്തിലാണ് കേട്ടോ. അതെ, ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ടൈറ്റിൽ ബാർ വരണത്. ഇനി ആ ടൈറ്റിൽ ബാറിൽ തന്നെ മിനിമൈസ് മാക്സിമൈസ് കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ വിൻഡോ കൺട്രോൾ എന്ന് പറയാ. ഇവിടെ എഴുതിയിട്ടുണ്ട് ഓഫീസ് ബട്ടൺ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ടൈറ്റിൽ ബാർ, വിൻഡോ കൺട്രോൾ. ഓക്കെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഏറ്റവും ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഓഫീസ് ബട്ടൺ ഉണ്ട്, അതിനോട് ചേർന്നിട്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്. ഏറ്റവും ടോപ്പിലുള്ള ഹൊറിസോണ്ടൽ ലൈനിനെ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ബാറിനെയാണ് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയുക. ടൈറ്റിൽ ബാറിന്റെ റൈറ്റ് സൈഡിലാണ് മിനിമൈസ് മാക്സിമൈസ് ഓപ്ഷൻസ് ഉള്ള വിൻഡോ കൺട്രോൾസ് ഉള്ളത്. ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഈ ടൈറ്റിൽ ബാറിനും റൂളറിനും ഇടയിലുള്ള ഭാഗം. ഓക്കെ, ടൈറ്റിൽ ബാറിനും റൂളറിനും ഇടയിലുള്ള ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, റിബൺ എന്ന് പറയാം. ഓക്കെ, ടൈറ്റിൽ ബാറിനും റൂളറിനും ഇടയിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, റിബൺ എന്ന് പറയുക. അതിന്റെ പൊസിഷൻസ് ആണ് നമ്മൾ പറയണത് കേട്ടോ. ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഈ ഇടത് സൈഡില് ഇങ്ങനെ, സോറി, ഈ വലത് സൈഡില് ഇങ്ങനെ കാണുന്നതും അതുപോലെ ഇത് സൂം ചെയ്താലാണ് ഇവിടെ കാണുക. അപ്പൊ ഈ ഒരു സൈഡിലുമായിട്ട് രണ്ട് സ്ക്രോൾ ബാർസ് നമുക്ക് കാണും. വെർട്ടിക്കൽ സ്ക്രോൾ ബാർ, ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്ക്രോൾ ബാർ ഉണ്ട്. പിന്നെ നമുക്ക് ഈ വൈറ്റ് സ്പേസ്, ഈ കാണുന്ന ഇത്രയും പോകുന്ന വൈറ്റ് സ്പേസ് ആണ് നമ്മളുടെ ഡോക്യുമെന്റ് വിൻഡോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സൂം സ്ലൈഡർ ഉണ്ട്. നമ്പർ 8 നോക്കുക, സൂം സ്ലൈഡർ ഉണ്ട്. പിന്നെ നമ്മളുടെ വ്യൂ ഷോർട്ട് കട്ടുകൾ ഉണ്ട്. പിന്നെ നമുക്ക് സ്റ്റേറ്റസ് ബാർ, ഏറ്റവും താഴെയുള്ള ബോട്ടം മോസ്റ്റ് ഹൊറിസോണ്ടൽ ബാർ ആണ് സ്റ്റേറ്റസ് ബാർ എന്ന് പറയുന്നത്, അതുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ എവിടെയാണ് എഴുതാനായിട്ട് പോകുന്നത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻസേർഷൻ പോയിന്റ് ഉണ്ട്. പിന്നെ നമുക്ക് എന്തുണ്ട്, റൂളർ ഉണ്ട്. രണ്ട് റൂളറാണുള്ളത്, ഹൊറിസോണ്ടൽ റൂളറും വെർട്ടിക്കൽ റൂളറും. ഇതാണ് ഒരു മൊത്തത്തിലുള്ള വൺ ലൈൻ എന്ന് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇതാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിന്റെ പൊസിഷൻസ് എന്താണ്, പേരുകൾ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയോ? മീൻസ് ഒരു അവയർനെസ് കിട്ടിയോ? ഓക്കെ, ഇനി ഓരോന്നിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് കടക്കാനായിട്ട് പോവാണ്. ആദ്യത്തേതാണ് ഓഫീസ് ബട്ടൺ. 2007 വേർഷനിലാണ് ഓഫീസ് ബട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് വേർഷൻസിനകത്തെ ഫയൽ മെനുവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ബട്ടൺ ആണ് ഓഫീസ് ബട്ടൺ. 2007 കൊണ്ടുവന്നിട്ടുള്ളത്. പ്രീവിയസ് വേർഷൻസിനകത്തെ ഫയൽ മെനുവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ബട്ടൺ ആണ്. ലൊക്കേഷൻ എവിടെയാണ്? ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ്. ഡോക്യുമെന്റ് വിൻഡോയുടെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ടാണ് കാണാൻ പറ്റുക. ഇനി അതിന്റെ ഷേപ്പ് എന്താണ്? സർക്കിൾ ഷേപ്പ് ആണ്. അതിനകത്ത് എന്തുണ്ട്? മൈക്രോസോഫ്റ്റിന്റെ ലോഗോ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഓഫീസ് ബട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തേണ്ടത്. 2007 കൊണ്ടുവന്നിട്ടുള്ളതാണ്. പഴയ വേർഷൻസിനകത്തെ ഫയൽ മെനുവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ബട്ടൺ ആണ്. ടോപ്പ് ലെഫ്റ്റ് കോർണർ ആണ്, സർക്കിൾ ഷേപ്പ് ആണ്, മൈക്രോസോഫ്റ്റിന്റെ ലോഗോ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. 2007 ഇതിന്റെ പേര് ഓഫീസ് ബട്ടൺ എന്നായിരുന്നു. ഓക്കെ, 2010 മുതൽ പിന്നെ എന്ത് തന്നെ ആയിട്ടുന്നുണ്ട്? ഫയൽ എന്നായിട്ടുണ്ട്. ക്ലിയർ ആണോ? 2010 മുതൽ അങ്ങോട്ട് ഓഫീസ് ബട്ടൺ കാണാനായിട്ട് പറ്റത്തില്ല. 2010 മുതലുള്ള വേർഷൻസിനകത്ത് പിന്നെയും പഴയ രീതിയിൽ ഫയൽ എന്ന പേരാണ് കൊടുത്തിട്ടുള്ളത്. ഓഫീസ് ബട്ടന്റെ പേര് മാറിയിട്ട് ഫയൽ എന്നാണ് പറയാ. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? അരുല്ലേ, എഴുതിയെടുക്കാണോ? എന്താണ്? ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തെ ഓരോ കണ്ടന്റുകൾ നോക്കാം. ആദ്യത്തേതാണ് ഓഫീസ് ബട്ടനകത്ത് ക്രിയേറ്റ് എന്ന് പറയുന്ന കണ്ടന്റ്. ക്രിയേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ക്രിയേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ. ഓഫീസ് ബട്ടനകത്ത് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്തിനാ സഹായിക്കുന്നത്? പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ്. ഓഫീസ് ബട്ടൺ ന്യൂ അല്ലെങ്കിൽ ക്രിയേറ്റ് എന്നുള്ള രീതിയിൽ എടുക്കാനായിട്ട് പറ്റും. കൺട്രോൾ N ആണ് അതിന്റെ ഷോർട്ട് കട്ട്. ഓക്കെ, കൺട്രോൾ N ആണ് ഷോർട്ട് കട്ട് വരുന്നത്. ഡീഫോൾട്ട് ഫയൽ നെയിം വന്നിട്ട് എന്താണ്? ഡീഫോൾട്ട് ഡോക്യുമെന്റ് നെയിം അല്ലെങ്കിൽ ഫയൽ നെയിം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഡോക്യുമെന്റ് 1 എന്നാണ്. ഡീഫോൾട്ട് എക്സ്റ്റൻഷൻ എന്താണ്? .docx ആണ്. എക്സ് ഫോർ XML സ്റ്റാൻഡേർഡ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ആണ് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ.
എന്തിനാണ്? പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. ഷോർട്ട് കട്ട് എന്തായിരുന്നു? കൺട്രോൾ എൻ ആണ് ഷോർട്ട് കട്ട്. അപ്പൊ ഇവിടുന്ന് ഇതാണ് പഠിക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം ഓർത്തിരിക്കണം, ഓഫീസ് ബട്ടൺ എടുക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് ആണ് ഓൾട്ട് എഫ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. ഓൾട്ട് എഫ് എന്ന് പറയുന്നത് ഓഫീസ് ബട്ടൺ എടുക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് ആണ്. ഇനി നെക്സ്റ്റ് ആണ് ഓപ്പൺ എന്ന് പറയുന്ന കാര്യം. ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ, ഓഫീസ് ബട്ടൺ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അതിനകത്ത് ക്രിയേറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിനകത്ത് ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ള സ്റ്റോറിലുള്ള നമ്മളുടെ ഡ്രൈവിലുള്ള ഏതാണ് ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ആക്കി എടുക്കാൻ ഉള്ള കാര്യമാണ് ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ വഴി നമുക്ക് ചെയ്യാം. എക്സിസ്റ്റിംഗ് ഉള്ള ഒരു ഡോക്യുമെന്റിനെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിലാണ് ഓപ്പൺ എന്ന രീതി നമ്മൾ സ്വീകരിക്കേണ്ടത്. ഓഫീസ് ബട്ടണിൽ ഓപ്പൺ എന്ന രീതിയിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ ഒ എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, ഇനി ഡീഫോൾട്ട് സ്റ്റോറേജ് ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം. വിൻഡോസ് 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീഫോൾട്ട് സ്റ്റോറേജ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മൈ ഡോക്യുമെന്റ് ആണ്. 2010 വേർഷനിലാണെങ്കിൽ, ഇത് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ കാര്യമാണ് പറയണത്, വിൻഡോസ് 10 മുതലാണെന്നുണ്ടെങ്കിൽ മൈ ഡോക്യുമെന്റ്സിന്റെ പേര് എന്തെന്ന് മാറ്റിയിട്ടുണ്ട്? ഡോക്യുമെന്റ് എന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2007 വിൻഡോസ് 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 7 ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡീഫോൾട്ട് സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത് മൈ ഡോക്യുമെന്റ്സ് ആണ്. വിൻഡോസ് 10 ഓൺവേർഡ്സ് എന്താണ്? ഡോക്യുമെന്റ് എന്നത് പേര് മാറിയിട്ടുണ്ട്. ഇനി ഒരു കണ്ടന്റ് ഓപ്പൺ ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് എങ്ങോട്ടാണ് വരുന്നത്? സെക്കൻഡറി മെമ്മറിയിൽ നിന്നും നമ്മളുടെ പ്രൈമറി മെമ്മറി ആയിട്ടുള്ള എന്താണ് വർക്കിംഗ് മെമ്മറി ആയിട്ടുള്ള റാമിലേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് ഓപ്പൺ എന്ന് പറയുന്നത്. നമ്മളുടെ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഫയലുകളും സെക്കൻഡറി മെമ്മറിയിൽ നമ്മളുടെ ഹാർഡ് ഡിസ്കിലൊക്കെയാണ് സേവ് ചെയ്യുന്നത്. അപ്പൊ ഹാർഡ് ഡിസ്ക് ആയിട്ടുള്ള സെക്കൻഡറി മെമ്മറിയിൽ നിന്നും വർക്കിംഗ് മെമ്മറി ഏതാണ്? റാം ആണ്. നിങ്ങൾ ഇനി ആ ക്ലാസ്സുകൾ വരുന്നേ ഉള്ളൂ. അപ്പൊ വർക്കിംഗ് മെമ്മറി ആയിട്ടുള്ള റാമിലേക്ക് കണ്ടന്റിനെ കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓപ്പൺ എന്ന് പറയുക. അതിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ ഒ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സേവ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെന്റ് ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എടുത്തു വെക്കണം അല്ലെ. ഇന്നിപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്, ഇന്ന് അത് ഫിനിഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ബാക്കി നാളെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ന് അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അതിന് സഹായിക്കുന്ന ഓപ്ഷനാണ് സേവ് എന്ന് പറയുന്നത്. സേവ് എന്ന് പറയുന്നത് എന്താണ്? തിരിച്ചാണ്. വർക്കിംഗ് മെമ്മറി ആയിട്ടുള്ള റാമിൽ നിന്നും യൂസർ പറഞ്ഞു കൊടുത്തിട്ടുള്ള സെക്കൻഡറി മെമ്മറിയിലെ ലൊക്കേഷനിലേക്ക് കണ്ടന്റിനെ കൊണ്ടുവയ്ക്കുകയാണ്, തിരിച്ചു കൊണ്ടുവയ്ക്കുകയാണ്. ഒന്ന് എടുക്കുകയാണ്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റീഡ് ആണ് എന്ന് ഓർക്കണം. റീഡ് ഓർ റൈറ്റ് എന്നാണ് നമ്മൾ പറയാ. റീഡിങ് പ്രോസസ് ആണ് ഓപ്പണിങ്, റൈറ്റിംഗ് പ്രോസസ് ആണ് എന്ത്? സേവിങ്. അങ്ങനെയും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അതിനുള്ള ഓപ്ഷൻ ആണ്, അതിനുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ എസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും സംശയങ്ങളുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഹൗ മെനി വേസ് എ ഡോക്യുമെന്റ് ക്യാൻ ബി സേവ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 തരത്തിലാണ് സേവ് ചെയ്യാനായിട്ട് പറ്റുക. അത് ഏതൊക്കെയാണെന്നാണ് ഞാൻ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഓഫീസ് ബട്ടൺ സേവ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. വേറൊന്ന് കൺട്രോൾ എസ് എന്നുള്ള രീതിയിൽ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ക്വിക്ക് ആക്സസ് ബാറിൽ സേവ് എന്നുള്ള രീതിയിൽ എടുക്കാം. ഇനി 5 തവണയായിട്ടും 6 തവണയായിട്ടും 7 തവണയായിട്ടൊക്കെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അതും ഞാൻ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് എങ്ങനെയാണ് എന്നുള്ളത്. കാരണം സേവാസ് വരുമ്പം 5 എണ്ണാവും, മനസ്സിലായോ? ഇനി സേവാസിൽ ഓരോന്നും വഴി ചെയ്യുമ്പം പിന്നെ 7 എണ്ണാവും. അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഏതൊക്കെ വഴി ഡോക്യുമെന്റ് സേവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസ് ബട്ടൺ, കൺട്രോൾ എസ്, ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ സേവ് എന്നുള്ള രീതിയിലാണ് സേവ് ചെയ്യാൻ പറ്റുക. ഇനി ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ഉത്തരവായിട്ട് വരുന്നുണ്ട്. അത് എപ്പോഴാണ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 എണ്ണത്തിനെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ്. ഇതും റൈറ്റിംഗ് പ്രോസസ് ആണ്. അപ്പൊ ഈ 2 എണ്ണത്തിനെയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 5 എന്നുള്ള ഉത്തരം കിട്ടണത്. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് സേവ് ആസ് എന്ന് പറയുന്ന കാര്യമാണ്. അതായത് നമ്മൾ ഓൾറെഡി ഉള്ള ഒരു ഡോക്യുമെന്റ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെ പുതിയ പേരിലോ പുതിയ ലൊക്കേഷനിലോ പുതിയ ഫോർമാറ്റിലോ 3 എണ്ണം പഠിക്കണം. അണ്ടർ ന്യൂ നെയിം, അണ്ടർ ഡിഫറെന്റ് ലൊക്കേഷൻ, അണ്ടർ ഡിഫറെന്റ് ഫയൽ ഫോർമാറ്റ്. ഓക്കെ, ഒന്നുകിൽ വേറെ പേരിലോ
വേറെ ലൊക്കേഷനിലോ വേറെ ഫയൽ ഫോർമാറ്റിലോ സേവ് ചെയ്യുന്നതിനെയാണ് സേവ് ആസ് എന്ന് പറയാം. ഓക്കെ, വേറെ പേരിലോ ലൊക്കേഷനിലോ ഫയൽ ഫോർമാറ്റിലോ സേവ് ചെയ്യണതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആ ഒരു ഫയൽ ഉണ്ട്, ആ ഫയലിന്റെ ഒരു കോപ്പിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഇതൊരു ചോദ്യമാണ് കേട്ടോ. എന്താണ് ഉള്ളതിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. ഓൾറെഡി ഉള്ള ഫയലിന്റെ കോപ്പിയാണ് നമ്മൾ സേവ് ആസ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുക. അത് ഐദർ പുതിയ പേരിലായിരിക്കും, അല്ലെങ്കിൽ വേറൊരു ലൊക്കേഷനിലായിരിക്കും, അല്ലെങ്കിൽ വേറൊരു ഫയൽ ഫോർമാറ്റിലായിരിക്കും. ഇനി ഓഫീസ് ബട്ടൺ സേവ് ആസ് എന്നുള്ള രീതിയിൽ നമുക്ക് അത് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ F12 കീ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ഇനി കൺട്രോൾ F12 ഉപയോഗിക്കാൻ പറ്റും. കൺട്രോൾ F12 ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ഡയലോഗ് ബോക്സ് ആണ് ഓപ്പൺ ആയിട്ട് വരിക. അതും കൂടെ ഓർത്തിരിക്കണേ. ക്ലിയർ ആണോ? ഈ സ്ക്രീനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഓക്കെ ആണെന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് നോക്കാണ്. പിന്നീടുള്ളതാണ് ഓഫീസ് ബട്ടനകത്ത് പ്രിന്റ് എന്ന് പറയുന്ന കാര്യം. പ്രിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം സോഫ്റ്റ് കോപ്പിയാണ് അല്ലേ? എന്താ സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ, ടച്ച് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ? വിർച്വൽ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. നമുക്ക് അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ട്, അതിന്റെ കാര്യങ്ങൾ ഇതിപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തൊടാനൊന്നും പറ്റുന്നില്ല അല്ലെ? ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ അങ്ങനെയുള്ളതിനെ കാണാനും തൊടാനും പറ്റുന്നതിനെയാണ് നമ്മൾ ഹാർഡ് എന്നുള്ള രീതിയിൽ പറയുക. കാണാൻ മാത്രം പറ്റുന്ന, അതിന്റെ എഫക്റ്റ് അനുഭവിക്കാൻ മാത്രം പറ്റുന്ന, പക്ഷെ തൊടാൻ പറ്റാത്ത അങ്ങനെയുള്ള കണ്ടന്റിനെയാണ് നമ്മൾ സോഫ്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതാണ് ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയറിലും വരുന്നതും ഈ ഒരു ടേമിങ് തന്നെയാണ്. അപ്പൊ ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് നമ്മൾ പ്രിന്റർ വഴി പേപ്പറിൽ ആക്കി വെച്ചിട്ടുള്ള ഡോക്യുമെന്റിനെയാണ് നമ്മൾ ഹാർഡ് കോപ്പി എന്ന് പറയുക. അല്ല കമ്പ്യൂട്ടർ വഴിയൊക്കെ നമ്മൾ പാസ് ചെയ്യുന്നതിനെ PDF ആയിട്ട് ഷെയർ ചെയ്യുന്നതിനെയൊക്കെ നമ്മൾ സോഫ്റ്റ് കോപ്പി എന്നാണ് പറയുക. അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ആ ഡോക്യുമെന്റിനെ ഹാർഡ് കോപ്പി ആയിട്ട് ആക്കാനായിട്ട് സഹായിക്കുന്ന ഓപ്ഷനാണ് പ്രിന്റ് എന്ന് പറയുന്നത്. ഹാർഡ് കോപ്പി ആക്കിയിട്ട് ആക്കാനായിട്ട് സഹായിക്കുന്നതാണ് പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓഫീസ് ബട്ടണിൽ പ്രിന്റ് എന്നുള്ള രീതിയിൽ എടുക്കാം, കൺട്രോൾ P എന്നുള്ള രീതിയിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ Alt F P എന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴും എന്താണ് പ്രിന്റ് ഡയലോഗ് ബോക്സ് ആണ് വരിക. ക്ലിയർ ആണോ? കൺട്രോൾ P Alt F P എന്നുള്ള രണ്ട് ഷോർട്ട് കട്ടുകൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി അങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത്, പ്രിന്റ് പ്രിവ്യൂ എന്ന് പറയുന്ന ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത്, പ്രിന്റ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്തുള്ള ഒരു ഓപ്ഷനാണ് കൊലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. എന്താന്നുള്ളത് പഠിച്ചിരിക്കണം. അതായത് നമ്മൾ ഒരു 50 പേജുള്ള ഒരു ഡോക്യുമെന്റ്, ഓക്കെ, 50 പേജുള്ള ഒരു ഡോക്യുമെന്റിന്റെ 3 പ്രിന്റ് വേണം. 50 പേജുള്ള ഡോക്യുമെന്റിന്റെ 3 പ്രിന്റ് വേണം. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഇത് ഓഫ് ആക്കിയിട്ടാണ് ഇട്ടേക്കണേന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പേജ് 3 വട്ടം പ്രിന്റ് ചെയ്യും, രണ്ടാമത്തെ പേജ് 3 വട്ടം പ്രിന്റ് ചെയ്യും, മൂന്നാമത്തെ പേജ് 3 വട്ടം പ്രിന്റ് ചെയ്യും. അങ്ങനെയാണ് പോവുക. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സോർട്ട് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. മനസ്സിലായോ? അതിന് പകരം ഒരു ഓർഡർ വൈസ് പ്രിന്റ് ചെയ്ത് എളുപ്പമാക്കുന്നതാണ് കൊലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് നമ്മൾ കൊലേറ്റ് ഓൺ ആക്കിയിട്ടാണ് കൊടുത്തേക്കണേന്നുണ്ടെങ്കിൽ 1 മുതൽ 50 വരെയുള്ള പേജുകൾ ഒരു തവണ പ്രിന്റ് ചെയ്യും. അത് ഒന്നാമത്തെ സെറ്റ്. പിന്നെയും 1 മുതൽ 50 വരെ പ്രിന്റ് ചെയ്യും, അത് രണ്ടാമത്തെ സെറ്റ്. പിന്നെയും 1 മുതൽ 50 വരെ പ്രിന്റ് ചെയ്യും, അത് മൂന്നാമത്തെ സെറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ പ്രിന്റ് 50 എണ്ണം വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേപ്ലർ ചെയ്ത് മാറ്റി വെക്കാം. ഓഫീസിൽ ഓട്ടോമേഷൻ സംഭവിച്ചു. അപ്പൊ അങ്ങനെ സഹായിക്കാനായിട്ട് ഒരു കോപ്പി കംപ്ലീറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം അടുത്ത കോപ്പി, അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം അടുത്തത് എന്നുള്ള രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സോർട്ടഡ് ആയിട്ടുള്ള രീതിയിൽ പ്രിന്റ് എടുക്കാനായിട്ട് സഹായിക്കുന്ന ഓപ്ഷനാണ് കൊലേറ്റ് എന്ന് പറയുന്നത്. ഇതെവിടെയുള്ളത്? പ്രിന്റ് ഡയലോഗ് ബോക്സിലാണ് ഉള്ളത്. ക്ലിയർ ആണോ? പ്രിന്റ് ഡയലോഗ് ബോക്സിലാണുള്ളത്. പിന്നെ പ്രിന്റ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിന്റ് എടുക്കുന്നതിന് മുമ്പ് ഫൈനലി നമ്മൾ ചെക്ക് ചെയ്യാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. ലൈക്ക് നമ്മൾ എങ്ങനെയാണോ പ്രിന്റ് എടുക്കുമ്പോൾ നമുക്ക് ഔട്ട് കിട്ടുന്നത് അതേ രീതിയിലാണ് പ്രിന്റ് പ്രിവ്യൂ അപ്പം കാണിക്കുക. അത് വ്യൂ ടാബ് വരുമ്പോഴും പ്രിന്റ് ഡയലോഗ് ബോക്സ് വരുമ്പോഴും നമ്മൾ ഇനി പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ടേമുകൾ, പ്രിന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേമുകൾ ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്ലോസ്. അത് കഴിഞ്ഞ് വരുന്നതാണ് എക്സിറ്റ്. ക്ലോസ് എന്ന് പറയുന്നത്
നമ്മൾ ഏത് ഡോക്യുമെന്റ് ആണോ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഒരു 5-6 ഡോക്യുമെന്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് മൈക്രോസോഫ്റ്റിനകത്ത്. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് 5 ഡോക്യുമെന്റ് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ ഡോക്യുമെന്റിലാണ് ഞാൻ നിൽക്കുന്നത്. ആ മൂന്നാമത്തെ ഡോക്യുമെന്റിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ ക്ലോസ് കൊടുക്കുകയാണ്. ഓഫീസ് ബട്ടണിൽ ക്ലോസ് എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അല്ലെങ്കിൽ കൺട്രോൾ W പ്രസ് ചെയ്യാണ്, അല്ലെങ്കിൽ കൺട്രോൾ F4 പ്രസ് ചെയ്യാണ്. ഈ രീതിയിൽ ഞാൻ പ്രസ് ചെയ്ത് കഴിയുമ്പം ഏത് ഡോക്യുമെന്റ് ആണ് ക്ലോസ് ആവുക? ഞാൻ എവിടെയാണോ നിൽക്കുന്നത് ആ ഡോക്യുമെന്റ് മാത്രം ക്ലോസ് ആവും. ബാക്കി അപ്ലിക്കേഷനും ബാക്കി ഡോക്യുമെന്റും കാര്യങ്ങളും അവിടെ ഉണ്ടാവും. ഞാൻ എവിടെയാണോ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കറന്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഏതാണോ അത് മാത്രം ക്ലോസ് ആക്കുന്നതിന് സഹായിക്കുന്ന ഓപ്ഷനാണ് ഓഫീസ് ബട്ടണിലെ ക്ലോസ് എന്ന് പറയുന്നത്. ഒന്നുകിൽ ഓഫീസ് ബട്ടൺ ക്ലോസ് എന്നുള്ള രീതിയിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ W എന്ന് പറയുന്ന ഷോർട്ട് കട്ട് എടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ F4 എന്ന് പറയുന്ന ഷോർട്ട് കട്ടും എടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ ക്ലോസ് കൊടുക്കുന്ന സമയത്ത് സേവ് ചെയ്തിട്ട് ഒത്തിരി നേരം ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സേവ് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പ്രോംപ്റ്റ് വരും. ക്ലിയർ ആണോ? ക്ലോസ് ആവുന്നതിന് മുമ്പും എക്സിറ്റ് ആവുന്നതിന് മുമ്പും സേവ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് ആണ് കാണിക്കുക. ഏതാണ് പുഷ് ആയിട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, സേവ് ചെയ്യുമ്പോഴോ ക്ലോസ് ചെയ്യുമ്പോഴോ എന്ത് പ്രോംപ്റ്റ് ആണ് വരുന്നത് എന്നുള്ള രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ ഒബ്സർവേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എപ്പോഴും കാണുന്നതായിരിക്കും, പക്ഷെ ശ്രദ്ധിച്ചാലേ അതെന്താന്നുള്ളത് എഴുതാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയണത്. അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോഴോ എക്സിറ്റ് ചെയ്യുമ്പോഴോ കാണിക്കുന്ന ഏത് പ്രോംപ്റ്റ് ആണ്? സേവ് പ്രോംപ്റ്റ് ആണ് കാണിക്കുന്നത്. ഇനി എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ ആപ്ലിക്കേഷനിൽ നിന്ന് ക്വിറ്റ് ആവുകയാണ്. ഓക്കെ, എൻറ്റയർ ആപ്ലിക്കേഷനിൽ നിന്ന് ക്വിറ്റ് ആവുന്നതിനുള്ള ഓപ്ഷനാണ് എക്സിറ്റ് എന്ന് പറയുന്നത്. ഇത് ഓഫീസ് ബട്ടൺ എക്സിറ്റ് എന്നുള്ള രീതിയിൽ എടുക്കാം, ഓൾട്ട് F4 എന്നുള്ള രീതിയിലും എടുക്കാവുന്നതാണ്. ഇനി ഈ ക്ലോസ് ബട്ടൺ ഉണ്ടല്ലോ, നിങ്ങൾ നെക്സ്റ്റ് പഠിക്കും. ടൈറ്റിൽ ബാറിനകത്ത് വിൻഡോ കൺട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞു, മിനിമൈസ്, റീസ്റ്റോർ, ഒരു ക്ലോസ് ബട്ടൺ. ഈ ക്ലോസ് ബട്ടൺ എന്തിന് സിമിലർ ആണ്? എക്സിറ്റിന് സിമിലർ ആണ്. ക്ലിയർ ആണ്? ക്ലോസ് ബട്ടൺ എക്സിറ്റിന് സിമിലർ ആണ് എന്നുള്ളതും കൂടെ ഓർക്കുക. അപ്പൊ ഈ ഒരു സ്ക്രീനിലെ കണ്ടന്റുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ സ്ക്രീനിലെ കണ്ടന്റുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയട്ടെ. ബാക്കി 2, 3 പേരേ ഉള്ളോ? ബാക്കിയുള്ളവർ എന്തി? 4, 5, 6, 7, 8, 9. ഓക്കെ ഓക്കെ. ദെൻ അടുത്തതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഇതിന്റെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ക്വിക്ക് പെട്ടെന്ന്, ആക്സസ് എടുക്കുക, ടൂൾ ബാർ ടൂൾസ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു കൂട്ടം ടൂളുകളെ നമുക്ക് ഒരിടത്ത് മാറ്റി വെച്ചേക്കാണ്. അപ്പം പെട്ടെന്ന് എടുക്കാൻ വേണ്ടതായിട്ടുള്ള ടൂൾസിനെ നമുക്ക് ഒരു ഗ്രൂപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയാം. അതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതിയത്. കോമൺ കമാൻഡ്, നമ്മൾക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന കമാൻഡുകൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ബൈ ഡിഫോൾട്ട് നമുക്ക് 3 എണ്ണാണ് കാണാനായിട്ട് പറ്റുക. ഇപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് വരണത്. നേരത്തെ എന്താണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് മാത്രമാണ് വളരെ ഏറ്റവും എളുപ്പം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നത്. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്താണ് എന്നുള്ളത് മാത്രമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, അതിൽ എന്തൊക്കെ ഉണ്ട്, ബൈ ഡിഫോൾട്ട് എന്തൊക്കെ കാണാനായിട്ട് പറ്റും, എത്ര എണ്ണം ഉണ്ട്, കാണാൻ പറ്റാത്തത് ഏത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബൈ ഡിഫോൾട്ട് നമുക്ക് 3 ബട്ടണാണ് സ്ക്രീനിൽ കാണാൻ പറ്റുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓഫീസ് ബട്ടനോട് തൊട്ട് ചേർന്നാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ബൈ ഡിഫോൾട്ട് 3 ഓപ്ഷനാണ്. അൺഡു, റിഡു, സേവ് ബട്ടൺസ് ആണ് ബൈ ഡിഫോൾട്ട് കാണാനായിട്ട് പറ്റുക. പിന്നെ തൊട്ടപ്പുറത്തൊരു ഡ്രോപ്പ് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഡ്രോപ്പ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത്രയും ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ക്ലിയർ ആണോ? ബൈ ഡിഫോൾട്ട് 3 എണ്ണാണ് കാണാൻ പറ്റുക. പക്ഷെ തൊട്ടടുത്തുള്ള ഡ്രോപ്പ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലുള്ള മറ്റ് കമാൻഡുകൾ കൂടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ മൊത്തം എത്ര കമാൻഡ് ഉണ്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേർഡിന്റെ മാനുഫാക്ചറിങ് സമയത്ത് എത്ര എണ്ണാണ് വെച്ചിട്ടുള്ളത്? 10 എണ്ണാണ് വെച്ചിട്ടുള്ളത്. അത് പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ഡെമോ കാണിക്കുമ്പോഴാണ് പറയുക. കാരണം അത് ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല. അത് ലാസ്റ്റ് എങ്ങനെ വരണു എന്നുള്ളത് ഡെമോയിൽ പറയാം കേട്ടോ. സോ ഡിഫോൾട്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കമാൻഡുകൾ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണാണ് വരണത്. ഇനി അതിനകത്ത് ഇല്ലാത്തത് ഏത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്.
അപ്പൊ ഇവിടെ നോക്കുക, ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സേവ് ആസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, എപ്പോഴും ആൻസർ ഓപ്ഷനിൽ വന്നിട്ടുള്ളത് താഴെ പറയുന്നതിനകത്ത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഇല്ലാത്ത കണ്ടന്റ് ഏത് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. 4 ഓപ്ഷൻ തരുന്നതിനകത്ത് ഓരോ ഓപ്ഷൻ എപ്പോഴും സേവ് ആസ് ആയിരിക്കും, സേവ് ആസ്. അപ്പോൾ സേവ് ആസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ബൈ ഡിഫോൾട്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് ഇല്ല. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈ 10 എണ്ണവും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ന്യൂ മുതൽ ഡ്രോ ടേബിൾ വരെയുള്ള 10 ഓപ്ഷൻസ് ആണ് ബൈ ഡിഫോൾട്ട് കാണാൻ പറ്റുക. ഇതിനകത്ത് ഇല്ലാത്തതെല്ലാം ഈ ആൻസർ ആയിട്ട് വരും. പക്ഷെ PSC കുറെ നാൾ കൊണ്ട് ഈ സേവാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ ന്യൂ, ഓപ്പൺ, സേവ്, ഇമെയിൽ, ക്വിക്ക് പ്രിന്റ്, പ്രിന്റ് പ്രിവ്യൂ, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, അൺഡു, റിഡു, ഡ്രോ ടേബിൾ, ഇത്രയും ഓപ്ഷൻസ് ആണ്. ഈ 10 കമാൻഡുകളാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് ബൈ ഡിഫോൾട്ട് ഉള്ളത്. അതിൽ നമുക്ക് ഒറ്റ നോട്ടത്തില് ഇന്ന സിമ്പിൾ ലുക്ക്, ഇന്ന ഗ്ലാൻസ് എന്നുള്ള രീതിയിൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നത് 3 എണ്ണമാണ്. ആ 3 എണ്ണം ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഡു, റിഡു, സേവ് ആണ്. ക്ലിയർ? ഇതിന്റെ ഷോർട്ട് കട്ട്സും നമുക്ക് പഠിക്കാനുണ്ട്. ഓൾട്ട് വെച്ചിട്ടുള്ള ഷോർട്ട് കട്ട്സും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അത് നമ്മൾ ആ സമയത്ത് പഠിക്കുന്നതാണ്. അപ്പോൾ ദെൻ നമുക്ക് വേറെ ഏതെങ്കിലും കണ്ടന്റുകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മോർ കമാൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇനി അത് പോരാതെ തന്നെ ഈ മിനിമൈസ് റിബൺ എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെയാണുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. മിനിമൈസ് റിബൺ ഓപ്ഷൻ എവിടെ നിന്നാണ് ആക്സസ് ചെയ്യാൻ പറ്റുക? ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ എന്തുണ്ട്? മിനിമൈസ് റിബൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? കൺട്രോൾ F1 പ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ റിബണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. റിബൺ പറയുമ്പോൾ ഞാൻ അതൊന്നുകൂടെ ഡീറ്റെയിൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമൈസ് റിബൺ ചെയ്യാനുള്ള, റിബണിനെ മിനിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെയാണുള്ളത്? ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലാണുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ടൈറ്റിൽ ബാർ നമുക്കറിയാം, ദ ടോപ്പ് മോസ്റ്റ് ഹൊറിസോണ്ടൽ ബാർ ഓഫ് ആൻ ആക്റ്റീവ് വിൻഡോ. നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള വിൻഡോയുടെ അല്ലെങ്കിൽ നമ്മുടെ വിൻഡോയുടെ ടോപ്പ് മോസ്റ്റ് ഹൊറിസോണ്ടൽ ബാറിനെയാണ് ഏതോ ഒന്നുകൂടെ പറയണ്ടേ? ഒന്നുകൂടെ പറയേണ്ടത് ഏതാ? വോയിസ് ഇട്ടാ കേൾക്കത്തില്ല, ടെക്സ്റ്റ് ചെയ്യൂ. കാരണം റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് അത്രയും മെമ്മറി സ്പേസിങ് എടുക്കും വോയിസും കൂടെ ആകുമ്പോഴത്തേക്കും. അതുകൊണ്ട് ടെക്സ്റ്റ് ചെയ്യൂ. ഏതാ പറയണ്ടേ? മിനിമൈസ് റിബൺ. മിനിമൈസ് റിബൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ വഴി എടുക്കാൻ പറ്റും എന്നുള്ളത് ഓർക്കുക. റിബൺ പഠിക്കുന്ന സമയത്ത് ബാക്കി എടുക്കാന്നാണ് ഞാൻ പറഞ്ഞത്. മിനിമൈസ് റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിബണിനെ ഷോർ ഹൈഡ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. വേണമെങ്കിൽ റിബണിനെ കാണാതെ ആക്കാം, ഹൈഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഷോ ചെയ്യിക്കാം. അതിനെയാണ് മിനിമൈസ് റിബൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐദർ നമ്മൾ ഈ ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാം, കൺട്രോൾ F1 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റിബണിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത് ഷോർ ഹൈഡ് ചെയ്യാനായിട്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് എടുക്കാൻ കിട്ടുന്നത്, ഈ ഒരു ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എവിടെ നിന്നാണ് എന്നുള്ളൊരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലാണ് മിനിമൈസ് റിബൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. ഇതാണ് പറഞ്ഞത്. റിബൺ എടുക്കുമ്പം ഇതേ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ പറയുന്നതാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. നമ്മളുടെ അതല്ലേ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത്, സെൻഡ് പബ്ലിഷ് എന്നുള്ള കാര്യങ്ങൾ വീഡിയോയുടെ ഡെമോ ക്ലാസ് വരുമ്പോഴാണ് പറയാന്ന് പറയില്ലേ. കാരണം അത് എക്സാമിൽ വളരെ അത്ര ചോദിച്ച് കാണാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് നമ്മളിപ്പം ലൈവിൽ ഇങ്ങനെ ക്ലാസ്സുകളായിട്ട് എടുത്തത്. മറ്റത് നമ്മൾ ഒബ്സർവേറ്ററി സ്റ്റഡി എന്നുള്ള രീതിയിൽ ഡെമോ കാണിച്ചാണ് പറയുക. അപ്പോൾ അവിടെ എഴുതേണ്ട കാര്യങ്ങൾ ആ ഒരു സ്ക്രീനിൽ ഉണ്ടാവും. ഓക്കെ. മെയിൻ ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കണേ. ഓരോ സെക്ഷൻസ് ആയിട്ടാണ് പോണത്, അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് നീങ്ങില്ല, ഇവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഡെമോ ക്ലാസ് വരുന്നത്. അതൊന്നെങ്കിൽ ഈ ക്ലാസ്സിന്റെ അവസാനമായിരിക്കും, അല്ലെങ്കിൽ നാളത്തെ ക്ലാസ്സിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവിടെയാണ് അതെല്ലാം ഉണ്ടാവുക. ഇതിനകത്ത് വരാത്ത കാര്യങ്ങളെല്ലാം അവിടെയാണ് ഉണ്ടാവുക. ഡെമോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കാണാം. അപ്പോൾ ഡൗട്ട് ഉള്ളതെല്ലാം അവിടെ വെച്ച് തന്നെ തീർക്കാം. അതുകൊണ്ടാണ്. ദെൻ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത് ഈ ഇങ്ങനെ എന്താ പറയാ, സ്ക്രീനിൽ നമ്മളിങ്ങനെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത് PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ഏരിയാസ് ആണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ് നമ്മളിങ്ങനെ എഴുതി തയ്യാറാക്കി പഠിക്കേണ്ട പോയിന്റുകളായിട്ട് ക്ലാസ് എടുക്കുന്നത്. അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഒബ്സർവേറ്ററി സ്റ്റഡി എന്നുള്ള രീതിയിൽ ഡെമോ ക്ലാസ്സുകളായിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പം മിക്ക കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ പുതിയതായിട്ട് ചോദ്യം വരുന്ന ഏരിയാസും ഇതുപോലെ റിട്ടേൺ മെറ്റീരിയൽ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. സോ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്
നമ്മളുടെ ആക്റ്റീവ് വിൻഡോയുടെ അല്ലെങ്കിൽ വിൻഡോയുടെ എന്താണ് ടോപ്പ് മോസ്റ്റ് ഹൊറിസോണ്ടൽ ബാറിനെയാണ് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയുക. അതിനകത്താണ് ഏത് ഡോക്യുമെന്റ് ആണ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് നെയിം അല്ലെങ്കിൽ ഫയൽ നെയിം രണ്ടും കാണിക്കുന്നത് ഏതിലാണ്? ഡോക്യുമെന്റ് നെയിമും ഫയൽ നെയിമും കാണിക്കുന്നത് എവിടെയാണ്? ടൈറ്റിൽ ബാറിലാണ് ഡോക്യുമെന്റ് നെയിമും ഫയൽ നെയിമും കാണിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ വേർഡിന്റെ ആണെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് 1 ഹൈഫൺ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ നെയിം ആണ്, ഡോക്യുമെന്റ് 1 എന്ന് പറയുന്നത് ഫയൽ നെയിം ആണ്. അപ്പോൾ ഒരു ഡോക്യുമെന്റ് നെയിമും അല്ലെങ്കിൽ ഫയൽ നെയിമും ആപ്ലിക്കേഷൻ നെയിമും എവിടെയാണ് കാണിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ടൈറ്റിൽ ബാറിലാണ് കാണിക്കുക. ഇനി ടൈറ്റിൽ ബാറിൽ ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ് സേവ് ചെയ്തതാണോ സേവ് ചെയ്യാത്തതാണോ, അതിനകത്ത് എന്തെങ്കിലും അപ്ഡേഷൻസ് വന്നിട്ടുള്ളതാണോ, ഓട്ടോമാറ്റിക്കലി അത് റിക്കവർ ചെയ്തിട്ടുള്ള ഫയലുകളാണോ എന്നുള്ള കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഇവിടുന്ന് ഇങ്ങനെ ചോദ്യങ്ങളുണ്ട്. ഹൗ ക്യാൻ യു ഫൈൻഡ് ക്വിക്ക്ലി എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു ഡോക്യുമെന്റ് അപ്ഡേറ്റഡ് ആണോ, അതിന് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, സേവ് ചെയ്യാത്ത ഫയലാണോ, സേവ് ചെയ്ത ഫയൽ ഉള്ളതിൽ അപ്ഡേറ്റ് ഉള്ളതാണോ, ഓട്ടോമാറ്റിക് റിക്കവറി വന്നിട്ടുള്ള ഫയലാണോ എന്നുള്ളതൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് എവിടെ നോക്കിയാൽ മതി? ഒരു ഫയല് ഫ്രഷ് ഫയലാണോ, സേവ് ചെയ്യാത്തതാണോ, സേവ് ചെയ്തതാണോ, അപ്ഡേറ്റ് ചെയ്യേണ്ടതാണോ, റിക്കവേർഡ് ഫയലാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഒറ്റ നോട്ടത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ എവിടേക്കാ നോക്കേണ്ടത്? പറഞ്ഞേ. ടൈറ്റിൽ ബാറിലേക്കാണ് നോക്കേണ്ടത്. ഇനി ചോദിക്കട്ടെ, ടൈറ്റിൽ ബാറിന്റെ എവിടേക്കാണ് നോക്കേണ്ടത്? ടൈറ്റിൽ ബാറിലാണ്. ടൈറ്റിൽ ബാറിന് ലെഫ്റ്റ് റൈറ്റ് സെന്റർ പോർഷൻസ് ഉണ്ട്. അതിലെങ്ങോട്ട് നോക്കും? ടൈറ്റിൽ ബാറിൽ ടൈറ്റിൽ ബാറിന്റെ എവിടെയാണുള്ളത്? സെന്ററിലാണ് ഉള്ളത്. അതാണ് ഒബ്സർവേറ്ററി സ്റ്റഡി എന്ന് പറയുന്നത്. നിങ്ങൾ കാണാതെ പഠിച്ചു പോകുന്നതിനേക്കാളും എളുപ്പമാണ് കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്നതാണ് എന്ന് പറഞ്ഞു പോണത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് അങ്ങനെ പഠിക്കുന്നതാണ് എളുപ്പം. അപ്പൊ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ടൈറ്റിൽ ബാറിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ പഠിക്കാനുള്ള കാര്യത്തിന് വേണ്ടി, ഇത് ഒഫീഷ്യൽ കൺഫർമേഷൻസ് ഒന്നും അല്ല, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റിൽ ബാറിനെ 3 ഭാഗങ്ങളാക്കി മാറ്റുകയാണ്. ലെഫ്റ്റ്, സെന്റർ, റൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ലെഫ്റ്റ് സൈഡിലാണ്, ടൈറ്റിൽ ബാറിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഓഫീസ് ബട്ടണും ക്വിക്ക് ആക്സസ് ടൂൾ ബാറും കാണാനായിട്ട് പറ്റുക. ഇനി സെന്ററിലാണ് നമുക്ക് ആപ്ലിക്കേഷൻ നെയിമും ഫയൽ നെയിമും കാണാനായിട്ട് പറ്റുക. റൈറ്റിലാണ് കൺട്രോൾ ബട്ടൺസ് ഉള്ളത്. വിൻഡോ കൺട്രോൾസ് എന്നൊക്കെയാണ് അതിനെ പറയുക. അതെന്താന്നുള്ളതും നമ്മൾ പഠിക്കുന്നതാണ്. കൺട്രോൾ ബട്ടൺസിലാണ് മിനിമൈസ്, റീസ്റ്റോർ, ക്ലോസ് ഓപ്ഷൻസ് ഉള്ളത്. ഈ ക്ലോസ് ആണ് എന്തിന് ഈക്വലന്റ് എന്ന് പറഞ്ഞത്? എക്സിറ്റിന് ഈക്വലന്റ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇത് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? അതായത് ടൈറ്റിൽ ബാറിന്റെ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ മനസ്സിൽ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പം അതൊക്കെയാണല്ലോ. ലെഫ്റ്റ് സൈഡിൽ ഓഫീസ് ബട്ടണും ക്വിക്ക് ആക്സസ് ടൂൾ ബാറും ഉണ്ട്. സെന്ററിലാണ് എപ്പോഴും ആപ്ലിക്കേഷൻ നെയിമും ഫയൽ നെയിമും ഉണ്ടായിരിക്കുക. റൈറ്റിലാണ് കൺട്രോൾ ബട്ടൺസ് ഉള്ളത്. കൺട്രോൾ ബട്ടൺസ് എന്ന് പറയുന്നത് മിനിമൈസ്, റീസ്റ്റോർ, ക്ലോസ് ആണ്. ആ ക്ലോസ് എന്ന് പറയുന്നത് എക്സിറ്റിന് ഈക്വലന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ഫയല് സേവ് ചെയ്തതാണോ, സേവ് ചെയ്യാത്തതാണോ, അപ്ഡേറ്റഡ് ആണോ, റിക്കവേർഡ് ആണോ എന്നുള്ളത് നോക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ടൈറ്റിൽ ബാറിൽ നോക്കിയാൽ മതി. ടൈറ്റിൽ ബാറിന്റെ സെന്റർ ഭാഗത്തേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ടൈറ്റിൽ ബാറിലേക്ക് നോക്കിയാൽ മതി, ടൈറ്റിൽ ബാറിന്റെ സെന്ററിലേക്ക് നോക്കിയാൽ മതി. അങ്ങനെ മാത്രം നോക്കിയാൽ മനസ്സിലാവോ? അവിടെ എന്തെങ്കിലും റെപ്രസെന്റേഷൻസ് വേണ്ടേ? അതാണ് ഇനി പഠിക്കേണ്ടത്, അതാണ് ഇനി പറയുന്നത്. സോ ഫയൽ സേവ് ചെയ്തിട്ടില്ല, നമ്മൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഫയൽ ഇതുവരെയും സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടൈറ്റിൽ ബാറിൽ ഡീഫോൾട്ട് ഫയൽ നെയിം എന്താണോ വിത്തൗട്ട് എക്സ്റ്റൻഷൻ അത് മാത്രമാണ് കാണിക്കുക. ഡീഫോൾട്ട് ഫയൽ നെയിം, ആപ്ലിക്കേഷൻ നെയിം. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീഫോൾട്ട് ഫയൽ നെയിം വന്നിട്ട് ഡോക്യുമെന്റ് 1 എന്നുള്ളതാണ്. ഡോക്യുമെന്റ് 1 ഹൈഫൺ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നാണ് കാണിക്കുക. നമ്മൾ സേവ് ചെയ്തിട്ടില്ല, ഒരു ഫയൽ സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തില്ല? എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല. ഡീഫോൾട്ട് ഫയൽ നെയിമും ആപ്ലിക്കേഷൻ നെയിമും മാത്രമാണ് കാണിക്കുക. അപ്പോൾ ഒരു ഫയൽ സേവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുമ്പം ഇങ്ങനെയാണ് കാണുന്നത്. ഡോക്യുമെന്റ് 1 ഹൈഫൺ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഫയൽ ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല? സേവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ക്ലിയർ ആണോ?
ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ. ഇനി ഫയൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഫയൽ സേവ് ചെയ്തതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫയൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പേരാണോ കൊടുത്തത് പ്ലസ് നമ്മൾ കൊടുത്തേക്കുന്ന എക്സ്റ്റൻഷൻ എന്താണോ പ്ലസ് അപ്ലിക്കേഷൻ നെയിം എന്നാണ് കാണിക്കുക. അതായത് ഞാനിപ്പോൾ ഒരു ഫയൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു. സാധാരണ ഡോക്യുമെന്റ് ആയിട്ടാണ് സേവ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്ത് വരും? ക്വസ്റ്റ്യൻസ് എന്നാണ് പേര് കൊടുത്തത്. സാധാരണ ഡോക്യുമെന്റ് ഡീഫോൾട്ട് ഫയൽ നെയിം ഡീഫോൾട്ട് എക്സ്റ്റൻഷൻ വന്നിട്ട് .docx ആണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് .docx എന്ന് കാണിക്കും. അസൈൻഡ് നെയിം വിത്ത് അസൈൻഡ് എക്സ്റ്റൻഷൻ. ഞാൻ കൊടുത്തിട്ടുള്ള ഫയൽ നെയിമും അതിന്റെ എക്സ്റ്റൻഷനും പിന്നെ എന്താണ് അപ്ലിക്കേഷൻ നെയിമും ആണ് കാണിക്കുക. ഇനി ഞാൻ ഈ ഫയല് ഡോക്യുമെന്റ് മാക്രോ എനേബിൾഡ് ഡോക്യുമെന്റ് ആയിട്ട് സേവ് ചെയ്തു എന്നുണ്ടെങ്കിൽ എങ്ങനെ വരും എന്ന് എഴുതിയേ. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഫയലിനെ ഞാൻ ഇങ്ങനെ സേവ് ചെയ്തു, ഒരു മാക്രോ എനേബിൾഡ് ഡോക്യുമെന്റ് ആയിട്ട് സേവ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇതിന് പകരം എങ്ങനെയായിരിക്കും കാണിക്കുക എന്നുള്ളതൊന്ന് എഴുതിയേ. എങ്ങനെയാണ് കാണിക്കുക എന്നൊന്ന് എഴുതിയേ. മാക്രോ എനേബിൾഡ് ഡോക്യുമെന്റ് ആയിട്ടാണ് ഞാൻ സേവ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ കാണിക്കും എന്നുള്ളതൊന്ന് പറഞ്ഞേ. ടൈറ്റിൽ ബാറിൽ എങ്ങനെയായിരിക്കും കാണിക്കുക എന്നുള്ളത് മൊത്തം എഴുതണം. അവസാനം മാത്രം പോരാ, മൊത്തം എഴുതണം. മനസ്സിലായോ എന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാ. കാരണം നാളെ നമ്മളൊരു എക്സാം ഇടുമ്പം തെറ്റിക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. question.docm ബാർ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നാണ് കാണിക്കുക. ഇനി ടെംപ്ലേറ്റ് രീതിയിൽ സേവ് ചെയ്തെങ്കിലോ, ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്തെങ്കിലോ, വെറുതെ ടെംപ്ലേറ്റ് ആയിട്ട് ഇതേ പേര് തന്നെ ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്തു, അപ്പോഴോ ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്തു, അപ്പൊ എങ്ങനെ വരും? ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്തു, അപ്പൊ എങ്ങനെ വരും? DOT മാത്രമാണോ? DOT മാത്രം വന്നു കഴിഞ്ഞാൽ ബൈനറി ഫയൽ ഫോർമാറ്റ് ആണ്, കമ്പാറ്റബിലിറ്റി മോഡിലാണ് വരിക. DOTX വരും. 2007 സേവ് ചെയ്യുന്നേ. അപ്പൊ question.docx വരും. DOTX വരും. questions.docx വരും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. ആളുകൾ എല്ലാവരും എഴുതുന്നത് കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫയൽ സേവ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കുക. ഫയൽ സേവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പേര്, നമ്മൾ കൊടുത്തിട്ടുള്ള എക്സ്റ്റൻഷൻ, ആപ്ലിക്കേഷന്റെ പേര് എന്നാണ് കാണിക്കുക. ക്ലിയർ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ സേവ് ചെയ്ത ഫയലാണ്. ഓൾറെഡി ഒരു തവണ സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഏകദേശം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുവരെയും പിന്നീട് ഒരു തവണ നമ്മൾ സേവ് ചെയ്തിട്ടില്ല. തുടക്കത്തിൽ ഒരു തവണ സേവ് ചെയ്തു, പിന്നീട് നമ്മൾ കുറെ എഴുതി, ഇതുവരെയായിട്ടും സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഫയലിന് അപ്ഡേറ്റ് ഉണ്ട് എന്ന് കാണിക്കുക. ഓക്കെ, അത്തരം സന്ദർഭങ്ങളിലാണ് ഫയൽ അപ്ഡേറ്റ് ആവശ്യമുണ്ട് എന്ന് കാണിക്കുക. അപ്പോൾ ആ സമയങ്ങളിൽ ഫയൽ അപ്ഡേറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈറ്റിൽ ബാറിൽ നോക്കണ സമയത്ത് എന്ത് കാണിക്കും? ഒരു സ്റ്റാർ സിമ്പല് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഒരു സ്റ്റാർ സിമ്പല് അല്ലെങ്കിൽ ആസ്റ്ററിക് സിമ്പല് കാണാനായിട്ട് പറ്റും. എവിടെയാണ്? നമ്മളുടെ ആ ഒരു ഫയൽ നെയിമിന് ശേഷം എന്ത് കാണും? ഒരു ആസ്റ്ററിക് സിമ്പൽ കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താണ്? ഫയൽ ഈസ് റെഡി ഫോർ എൻ അപ്ഡേറ്റ്. ഒന്നുകൂടെ സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ആസ്റ്ററിക്സ് സിമ്പൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാർ സിമ്പൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. ടൈറ്റിൽ ബാറിൽ നോക്കുമ്പോൾ ഒരു സ്റ്റാർ, ഈ ഡോക്യുമെന്റ് നെയിമിന്റെ കൂടെ ഒരു സ്റ്റാർ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഫയൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്, സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി പെട്ടെന്ന് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് ഇരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് കറണ്ട് പോയി, UPSന്റെ സപ്പോർട്ടൊന്നും കിട്ടിയില്ല, കറണ്ട് പോയി. കറണ്ട് പോണ സമയത്ത് ഈ മൈക്രോസോഫ്റ്റ് തന്നെ മാനുഫാക്ചർ ചെയ്യണ സമയത്ത് ഇങ്ങനെ സഡൻ സർജസ് ഒക്കെ വരുന്ന സമയത്ത് അവരുടെ ഡോക്യുമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവർ തന്നെ സേവ് ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും മൈക്രോസോഫ്റ്റ് സേവ് ചെയ്യാറുണ്ട്. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ സേവ് ചെയ്ത ഫയലുകൾ പിന്നീട് നമ്മൾ വേർഡ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മളുടെ ഇടത് സൈഡിൽ കാണിക്കും. ഓട്ടോമാറ്റിക് റിക്കവേർഡ് ഫയൽ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇടത് സൈഡിലായിരിക്കും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തില് ഓട്ടോമാറ്റിക്കലി റിക്കവേർഡ് ആയിട്ടുള്ള ഫയൽ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഫയൽ ആണോ എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. സെയിം ടൈറ്റിൽ ബാറിൽ നോക്കുന്ന സമയത്ത് നമ്മളുടെ അസൈൻഡ് നെയിമിന് മുമ്പായിട്ട് ഒരു ടിൽഡ് സിമ്പിൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? ഓട്ടോമാറ്റിക് റിക്കവേർഡ് ഫയൽ ആണ്. നമ്മളത് മാനുവലി നമ്മൾ സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ പറഞ്ഞത്?
4 കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ഇതിൽ ഒരെണ്ണം മാത്രമാണ് ഈ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് മുമ്പ് എപ്പോഴോ ഒരു തവണ അത് റിപ്പീറ്റ് മീൻസ് ഒരു തവണ അത് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ അത് വെച്ച് നോക്കുമ്പം അതിന്റെ ബാക്കി കാര്യങ്ങളും കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണോ? അൺസേവ് ചെയ്തിട്ടുള്ള ഫയൽ എങ്ങനെയാണ് മനസ്സിലാക്കുക, സേവ് ചെയ്തത് എങ്ങനെയാണ്, അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, ഓട്ടോമാറ്റിക് റിക്കവേർഡ് ആണെങ്കിൽ ഏത് സിമ്പിൾ ആണ്, സിമ്പിൾ എഴുതാന്നും പഠിക്കണം, എവിടെയാണ് കാണാന്നുള്ളതും പഠിക്കണം കേട്ടോ. സ്റ്റാർ സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് നെയിം കഴിഞ്ഞിട്ടാണ്, ടിൽഡ് സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് നെയിമിന് മുമ്പാണ്. ഓക്കെ, അതും ഓർക്കണം. കാരണം ഇപ്പോഴത്തെ പരീക്ഷകളൊക്കെ അങ്ങനെയാണ്, ഡയറക്റ്റ് കാണാപ്പാഠം പഠിച്ചു പോയിട്ട് എഴുതുന്ന എക്സാമിന്റെ ലെവലൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർക്കുക. സോ അടുത്തത് പറയാണ് വിൻഡോ കൺട്രോൾ. ടൈറ്റിൽ ബാറിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ടൈറ്റിൽ ബാറിനെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് 3ആയിട്ട് ഭാഗം ചെയ്തപ്പോൾ ലെഫ്റ്റില് ഓഫീസ് ബട്ടണും ക്വിക്ക് ആക്സസ് ടൂൾ ബാറും ആണ് വന്നത്. സെന്ററില് ഫയൽ നെയിമും ആപ്ലിക്കേഷൻ നെയിമും ആണ് വന്നത്. റൈറ്റ് സൈഡിലാണ് ആരുണ്ടായിരുന്നത്? വിൻഡോ കൺട്രോൾസ് ഉണ്ടായിരുന്നത്. മിനിമൈസർ, റീസ്റ്റോർ, അതുപോലെ തന്നെ ക്ലോസ് ബട്ടൺസ് ആണ് അതിനകത്ത് വരിക. ഇതിന്റെ വേറെ പേരാണ് വിൻഡോ ബട്ടൺ. ഓക്കെ, വിൻഡോ കൺട്രോൾ അല്ലെങ്കിൽ വിൻഡോ ബട്ടൺ എന്നതിനെ പറയാനായിട്ട് പറ്റും. നമ്മളുടെ ആ ഡോക്യുമെന്റ് വിൻഡോനെ മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫങ്ഷൻസ് ആണ് വിൻഡോ കൺട്രോൾസിനകത്ത് ഉള്ളത്. അത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമൈസ്, മാക്സിമൈസർ, റീസ്റ്റോർ, അതുപോലെ എന്താണ് ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ആണ് വരുന്നത്. ക്ലിയർ ആണോ? മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ്. ഈ ക്ലോസ് ബട്ടൺ ആണ് എന്തിന് ഈക്വലന്റ് ആയിട്ടുള്ളത്? എക്സിറ്റിന് ഈക്വലന്റ് ആയിട്ടുള്ളത്. ക്ലിയർ ആണോ? മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ്. അപ്പൊ ഇതിന്റെ മൊത്തത്തിൽ പറയുന്ന പേരാണ് വിൻഡോ കൺട്രോൾ അല്ലെങ്കിൽ വിൻഡോ ബട്ടൺ. ആ പേരുകൾ കൃത്യമായിട്ട് ഓർക്കുക. വിൻഡോ ബേസിക് വിൻഡോ മാനേജ്മെന്റ് ഫങ്ഷൻസ് ആണ് ഉള്ളത്. മിനിമൈസ്, റീസ്റ്റോർ, ക്ലോസ് ബട്ടൺസ് ടൈറ്റിൽ ബാറിന്റെ റൈറ്റ് സൈഡിലാണ്. ക്ലിയർ ആണോ? അടുത്തത് പറയട്ടെ. ഓക്കെ, അടുത്തതാണ് റിബൺ. പഴയ വേർഷൻസിനകത്തെ ഒരു ഹിഡൻ രീതിയാണ് എന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞു അല്ലെ. എപ്പോഴാണ്? ന്യൂ ഇന്റർഫേസ് എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് വേർഷൻസിനകത്ത് ഹിഡൻ ആയിട്ടിരിക്കുന്ന, അത്യാവശ്യം ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾക്ക് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആണ് പ്രീവിയസ് വേർഷൻസിനകത്ത് ഉണ്ടായിരുന്നത്. ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രം അടുത്തത് കാണുന്നു എന്നുള്ള രീതിയാണ്. മെനു ബാർ സിസ്റ്റം എന്നുള്ള രീതിയാണ്. മെനു ബാർ സിസ്റ്റം ആണ് പഴയ വേർഷൻസിനകത്ത് ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ടാബ് അല്ലെങ്കിൽ ഒരു കാര്യം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കണ്ടന്റുകളും ഒരുമിച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം അറിയുന്ന ആളല്ലെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പക്കയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് 2007 വന്നിട്ടുള്ളത്. ആ ഒരു വ്യത്യാസം വന്നതുകൊണ്ട് മാത്രമാണ് 2007 ബാക്കി എല്ലാ വേർഷൻസിനേക്കാളും പോപ്പുലർ ആയതും. ഇന്നും ഈ റിബൺ ഇപ്പോഴും 2021 മൈക്രോസോഫ്റ്റ് വേർഡിന്റെ വേർഷൻസ് വന്നിട്ടും സ്റ്റിൽ റിബൺ ഇപ്പോഴും ഉള്ളതും അത്രയും അത് പോപ്പുലർ ആയതുകൊണ്ടാണ്, അത്രയും അത് ബെനിഫിറ്റ് ആയി വന്നതുകൊണ്ടാണ് ഇപ്പോഴും റിബൺ ഉള്ളത്. ഓക്കെ, ഒറ്റ ക്ലിക്കിൽ എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ വേർഡിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാൾക്ക് പോലും അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയുന്ന ആളാണ്, കമ്പ്യൂട്ടറിൽ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു തവണ ഇതൊന്നും ഇരുന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറാണ്. അതുകൊണ്ടാണ് 2007 വന്നിട്ടുള്ള ഈ ഒരു ഫീച്ചർ ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. അപ്പൊ ഇത് കൊണ്ടുവന്നത് 2007 വേർഷനിലാണ്. പ്രീവിയസ് വേർഷൻസിനകത്തെ മെനു ബാർ എന്ന് പറയുന്ന സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, മെനു ബാർ എന്ന് പറയുന്ന സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് റിബൺ കൊണ്ടുവന്നിട്ടുള്ളത്. ദ റിബൺ കീപ്പ് കമാൻഡ് വിസിബിൾ വൈൽ യു വർക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഹൈഡിങ് ദം അണ്ടർ മെനു ഓർ ടൂൾ ബാർ. പഴയ വേർഷൻസിനകത്താണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്തേക്കാണ്? ഒരു ഹിഡൻ രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഉണ്ടാവും ഫയല്, ഇൻസേർട്ട്, എഡിറ്റ്, അങ്ങനെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴോട്ട് കുറെ ഓപ്ഷൻസ് വരും. ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ എന്തെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ കുറെ ഓപ്ഷൻസ് വരും. ഇങ്ങനെ എടുക്കുന്ന രീതിയാണ്, അതാണ് ഹിഡൻ എന്ന രീതി പറയണത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമ്മളിപ്പോ ഹോം ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ടാബിന്റെ എൻ്റർ കാര്യങ്ങൾ ഒറ്റ ഇതിലിങ്ങനെ കാണാൻ പറ്റും. അത്രയും വിസിബിൾ ആണ്. അപ്പൊ ആ രീതിയിലാണ് റിബൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി റിബണിനെ മിനിമൈസ് ആൻഡ് മാക്സിമൈസ് അല്ലെങ്കിൽ ഷോർ ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് കൺട്രോൾ F1 ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിബണിൽ എന്ത് ചെയ്യാണ് വേണ്ടത്? ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഞാനിത് പ്രാക്ടിക്കലി കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് കൺട്രോൾ F1 ഉപയോഗിക്കാം,
അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. റിബണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് എന്ത് ചെയ്യണം? മിനിമൈസ് റിബൺ എന്ന് പറയുന്നത് ഓപ്പൺ ആക്കണം, അല്ലെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കണം. ക്ലിയർ ആണോ? റിബണിനെ ഷോ ഓർ ഹൈഡ് ചെയ്യുന്ന ഓപ്ഷൻസ് പറഞ്ഞത് 3 തരത്തിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. കൺട്രോൾ F1 ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റിബണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ മിനിമൈസ് റിബൺ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാനായിട്ട് പറ്റും. ഇനി റിബൺ എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമല്ല, 3 കാര്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ് റിബൺ എന്ന് പറയുന്നത്. ആ 3 കാര്യങ്ങളാണ് ടാബ്, ഗ്രൂപ്പ്, ബട്ടൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ടാബ്, ഗ്രൂപ്പ്, ബട്ടൺ ഇതൊക്കെ ചേർന്നതാണ് റിബൺ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ചെറുത് ബട്ടൺ ആണ്. ബട്ടൺ ഈസ് നോൺ ആസ് ദി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ റിബൺ. റിബണിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ റിബണിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബട്ടൺ ആണ്. ടാബ് ആണ് ഏറ്റവും ലാർജസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക്. ഏറ്റവും വലുത്, ഏറ്റവും സ്മോളസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ബട്ടൺ. ഏറ്റവും ലാർജസ്റ്റ് ആണ് എന്ത്? ടാബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിബൺ കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് ഡാഷ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സീരീസ് ഓഫ് ടാബ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. അതായത് നമ്മൾ ടാബുകൾ ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചേക്കുവാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. റിബൺ കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് ടാബ്. ടാബുകളുടെ ഒരു നിരയാണ് റിബൺ എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. പിന്നെന്താണ്? ഏറ്റവും ചെറുത് ബട്ടൺ ആണ്. ബട്ടണേക്കാളും ഇത്തിരി വലുതാണ് ഗ്രൂപ്പ്. ഗ്രൂപ്പിനേക്കാളും വലിയതാണ് ടാബ്. അങ്ങനെയുള്ള പല ടാബുകൾ കൂടെ ചേർന്നിട്ടുള്ളതാണ് റിബൺ. റിബണിന്റെ പൊസിഷൻ എവിടെയായിരുന്നു? ടൈറ്റിൽ ബാറിനും റൂളറിനും ഇടയിലാണ്, അല്ലേ? ടൈറ്റിൽ ബാറിനും റൂളറിനും ഇടയിൽ വരുന്ന ബട്ടൺ ആണ്, അല്ലെ? അത്രയും പോർഷൻ ആണ് എന്ത്? റിബൺ. ക്ലിയർ ആണോ? റിബൺ എന്താണെന്ന് ക്ലിയർ ആണോ? 2007 വന്നത്. പ്രീവിയസ് വേർഷൻസിനകത്തെ ഫയൽ മെനു എന്ന് പറയുന്ന പ്രീവിയസ് വേർഷൻസിനകത്തെ മെനു ബാർ എന്ന് പറയുന്ന സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് വിസിബിൾ ലുക്കിൽ വന്നിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് 2007 വന്നിട്ടുള്ള റിബൺ എന്ന് പറയുന്നത്. റിബണിന് 3 ഭാഗങ്ങളാണുള്ളത്: ബട്ടൺ, ഗ്രൂപ്പ്, ടാബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ബട്ടൺ ആണ്. ഏറ്റവും വലുതെന്ന് പറയുന്നത് ടാബ് ആണ്. ഓക്കെ. പിന്നെ റിബൺ ഷോ ഓർ ഹൈഡ് ചെയ്യുന്നതിന് 3 തരത്തിൽ ചെയ്യാന്ന് പറഞ്ഞു. കൺട്രോൾ F1 ഉപയോഗിക്കാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ മിനിമൈസ് റിബൺ എന്ന് പറയുന്ന രീതിയിൽ എടുക്കാം. ഇനി റിബണിന്റെ പൊസിഷൻ എവിടെയാണ്? ടൈറ്റിൽ ബാറിനും റൂളറിനും. ഏത് റൂളറാണ്? ഹൊറിസോണ്ടൽ റൂളറിനും ഇടയിലാണ് ആരുടെ സ്ഥാനം വരുന്നത്? റിബണിന്റെ പൊസിഷൻ വരുന്നത്. ക്ലിയർ? ഇനി റിബൺ കംപ്ലീറ്റ് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താന്ന് തോന്നുന്നു. സോ റിബണിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ബട്ടൺ എന്ന് പറഞ്ഞു. ഓരോ കമാൻഡിനെയും റെപ്രസെന്റ് ചെയ്യുന്ന കുഞ്ഞി ഐക്കണിനെയാണ് എന്തെന്ന് പറയാ? ബട്ടൺ എന്ന് പറയാം. ഓക്കെ. നമ്മൾക്ക് ഇപ്പൊ ബോൾഡ് ഉണ്ട്, ഇറ്റാലിക് ഉണ്ട്, അണ്ടർലൈൻ ഉണ്ട്, അതെല്ലാം ഓരോരോ കമാൻഡ് ആണ്. ആ ഓരോ കമാൻഡിനെയും റെപ്രസെന്റ് ചെയ്യുന്ന കുഞ്ഞി ഐക്കൺസിനെയാണ് നമ്മൾ വേർഡിനകത്ത് എന്തെന്ന് പറയണത്? ബട്ടൺ എന്ന് പറയണത്. ബട്ടൺസ് ആർ ദി സ്മോളസ്റ്റ് എലമെന്റ് ഓഫ് എ റിബൺ. റിബണിന്റെ സ്മോളസ്റ്റ് എലമെന്റ് ആണ്. ആൻഡ് അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ ആക്റ്റീവ് ആവുന്ന സമയത്ത്, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ആക്റ്റീവ് ആവും. ആക്റ്റീവ് ആവുന്ന സമയത്ത് എന്തുണ്ടാവും? അതിന്റെ കളർ മാറും. ഓക്കെ. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കളർ മാറും. ഒരു ബട്ടൺ ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ കളർ നോക്കിയാൽ മതി. ബട്ടൺ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കളർ എന്തായിരിക്കും? ഗോൾഡൻ യെല്ലോ കളർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ബട്ടൺ എന്താണെന്ന് പറഞ്ഞത് ക്ലിയർ ആണോ? സ്മോളസ്റ്റ് എലമെന്റ് ഓഫ് എ സ്മോളസ്റ്റ് എലമെന്റ് ഓഫ് എ റിബൺ ആണ്. റിബണിന്റെ സ്മോളസ്റ്റ് എലമെന്റ് ആണ്. നമ്മളുടെ റിബണിനകത്ത് വരുന്ന ഓരോ കമാൻഡിനെയും റെപ്രസെന്റ് ചെയ്യുന്ന കുഞ്ഞി ഐക്കൺസിനെയാണ് നമ്മൾ ബട്ടൺ എന്ന് പറയുക. ബട്ടന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ കളർ മാറും. ഒരു ബട്ടൺ ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് അതിന്റെ കളർ നോക്കിയാൽ മതി. ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കളർ വന്നിട്ട് ഗോൾഡൻ യെല്ലോ കളറാണ് ഉണ്ടാവുക. ക്ലിയർ? ഇനി ബട്ടനേക്കാളും വലിയ ആളുകളാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരേ സ്വഭാവമുള്ള, ഒരേ ക്യാരക്ടർ ഉള്ള ബട്ടനെ കളക്ട് ചെയ്തിട്ട് ഒരു സെറ്റ് ആക്കിയേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ഗ്രൂപ്പ് ആക്കുന്നത്. ഗ്രൂപ്പ് ആവുന്നത് അങ്ങനെയാണ്. സോ കളക്ഷൻ ഓഫ് ബട്ടൺസ് വിച്ച് ഹാവ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന ബട്ടൺസിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? ഗ്രൂപ്പ് എന്ന് പറയണത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ?
ഇപ്പം ഈ എക്സാമ്പിൾ തന്നെ നോക്കുക. ഹോം ടാബിൽ നമ്മൾ 5 ഗ്രൂപ്പ് ഉണ്ട്. ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, സ്റ്റൈല്, അങ്ങനെ 5 ഗ്രൂപ്പാണ് ഉള്ളത്. അതിൽ ക്ലിപ്പ് ബോർഡിൽ ഏകദേശം കട്ട്, കോപ്പി, പേസ്റ്റ് എന്ന് പറയണതൊക്കെ ഏകദേശം ഒരു എന്താ പറയുക, അങ്ങനെയുള്ള ഒരു സംഭവമാണ് വരണത്. ഫോണ്ട് ഗ്രൂപ്പിൽ വരണത് ഫോണ്ടിന്റെ കളർ മാറ്റുക, ഫോണ്ടിന്റെ ടൈപ്പ് മാറ്റുക, സൈസ് മാറ്റുക, ഫോണ്ട് എഫക്റ്റുകൾ കൊടുക്കുക, സ്റ്റൈല് കൊടുക്കുക, അങ്ങനത്തെ ഓപ്ഷനാണ്. അതായത് ഒരേപോലെയുള്ള സ്വഭാവമുള്ള ബട്ടൺസിനെ കളക്ട് ചെയ്തിട്ട് ഒരു സെറ്റ് ആക്കി നിർത്തിയേക്കാണ്. അപ്പൊ കളക്ഷൻ ഓഫ് ബട്ടൺ വിത്ത് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്? ഗ്രൂപ്പ്. ക്ലിയർ ആണോ? ഒരേ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബട്ടന്റെ കളക്ഷനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഇനി ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ ഒരു കളക്ഷൻ ആണ് എന്ത്? ടാബ് എന്ന് പറയുന്നത്. അപ്പോൾ ബട്ടൺസ് എന്ന് പറയുന്നത് നമ്മുടെ വേർഡിനകത്തെ ഒരു കമാൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഐക്കണാണ്. അതിൽ ഒരേ സ്വഭാവക്കാരായിട്ടുള്ള ബട്ടൺസിനെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഗ്രൂപ്പ്. അതിൽ ഒരേ സ്വഭാവം വരുന്ന ഗ്രൂപ്പിനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഓരോ ടാബും. അത്തരത്തിലുള്ള ഓരോ ടാബിന്റെ ഒരു സീരീസ് ആണ് റിബൺ. കണക്ഷൻ പോയത് മനസ്സിലായോ? ഒന്നുകൂടെ പറയേണ്ടതായിട്ടുണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണോ? മീൻസ് ലാസ്റ്റ് പറഞ്ഞ ഒരു 4 സെന്റൻസ് ഒന്നുകൂടെ പറയണോ? ഓക്കെ. സോ ഏറ്റവും ചെറുതാണ് റിബൺ എന്ന് പറയുന്നത് 2007 വേർഷനിൽ വന്നിട്ടുള്ളതാണ്. അതിന്റെ കുറെ കാര്യങ്ങളാണ് നമ്മൾ പറയണത്. അപ്പൊ റിബണിന് കുറച്ച് ഭാഗങ്ങളുണ്ട്. റിബണിന്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ് ബട്ടൺ, ഗ്രൂപ്പ്, ടാബ് എന്ന് പറയുന്നത്. ഇനി അത് ഓരോന്നും എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വേർഡിനകത്തെ ഓരോ ഇൻഡിവിജ്വൽ കമാൻഡിനെയും റെപ്രസെന്റ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഐക്കൺസിനെയാണ് എന്തെന്ന് പറയണത്? ബട്ടൺ എന്ന് പറയണത്. ക്ലിയർ? ഓരോ കമാൻഡിനെയും റെപ്രസെന്റ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഐക്കണിനെയാണ് ബട്ടൺ എന്ന് പറയണത്. ഇനി അത്തരത്തില് ഒരേ സ്വഭാവമുള്ള ബട്ടൺസ് കൂടി ചേർന്നതാണ് ഗ്രൂപ്പ്. ഓക്കെ, ഒരേ സ്വഭാവമുള്ള ബട്ടൺസ് കൂടി ചേർന്നതാണ് ഗ്രൂപ്പ്. ഒരേ സ്വഭാവങ്ങളുള്ള ഗ്രൂപ്പുകൾ ചേർന്നിട്ടുള്ളതാണ് ടാബ്. അത്തരത്തിലുള്ള ടാബിന്റെ ഒരു കളക്ഷൻ ആണ് അല്ലെങ്കിൽ സീരീസ് ആണ് റിബൺ. ക്ലിയർ ആണോ? ഇനി ഇതിനെ നമ്മളുടെ ഒരു ലൈഫ് എക്സാമ്പിൾ വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എന്താ പറയാ, നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ഇപ്പൊ ഞാനെന്ന് പറയുന്ന ഒരു കുട്ടി ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ 5ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോ 10ാം ക്ലാസ് എടുക്കുക, 10ലാണ് പഠിക്കണത്. അപ്പൊ ഞാൻ എന്തായാലും 10 എന്ന് പറയുന്ന ഒരു ക്ലാസ് നമുക്കുണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാൻ കൂടുന്നത് എപ്പോഴും എന്താണ്? എൻ്റെ സ്വഭാവമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന, ലിങ്ക് ചെയ്ത് പോകുന്ന വൈബുള്ള ആളുകളായിട്ടായിരിക്കും ഞാൻ മാച്ച് ചെയ്യുക. അതായത് ഞാൻ ഇരിക്കുന്ന ബെഞ്ചിൽ എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഞാനെന്ന് പറയുന്നതിനെ ബട്ടൺ ആയിട്ട് എടുക്കുക. മീൻസ് നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ എടുക്കുക. ഇനി നമ്മളുടെ ഫ്രണ്ട് സർക്കിള്, നമ്മുടെ ബെഞ്ചാണ് എന്ത്? ഗ്രൂപ്പ്. ഇനി ആ ക്ലാസ്സിൽ കുറേ ബെഞ്ചുകൾ ഉണ്ട് അല്ലേ? ഇങ്ങനെ കുറേ ഫ്രണ്ട്സ് വരുന്ന കുറേ ബെഞ്ചുകൾ ഉണ്ടാവും. ആ ബെഞ്ചുകളിനെ എല്ലാം കൂടെ ചേർക്കുന്നതാണ് എന്ത്? ക്ലാസ്. ക്ലാസ് എന്ന് പറയുന്നത് നമ്മളുടെ ആരായി? ടാബായി. അങ്ങനെ ഇപ്പൊ 10ാം ക്ലാസ്സിലാണെങ്കിൽ 10A, 10B, 10C എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് തന്നെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോരോ ടാബായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഒരു കളക്ഷൻ ആണ് നമ്മളുടെ സ്കൂളിനെ നമുക്ക് ഇവിടെ റിബൺ ആയിട്ട് എടുക്കാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ അല്ലേ? ഇങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. റിബൺ എന്ന് പറയുന്നത് ബട്ടൺ എന്ന് പറയുന്നത് ഞാനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് സർക്കിൾ വരുന്ന എൻ്റെ ക്ലാസ്സിലെ ബെഞ്ച്. അങ്ങനെ കുറേ ബെഞ്ചുകൾ കൂടുന്നതാണ് ക്ലാസ്. ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി? ടാബായി. അങ്ങനെയുള്ള കുറേ ക്ലാസ്സുകൾ കൂടുമ്പോൾ സ്കൂളാവും. ആ സ്കൂൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ റിബൺ. അങ്ങനെ കണക്ട് ചെയ്യുക. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടാബിനെ കുറിച്ചാണ്. ടാബ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സിമിലർ ഗ്രൂപ്പ് ആണ്. ഒരേപോലെയുള്ള ഗ്രൂപ്പുകളുടെ കളക്ഷനെയാണ് നമ്മൾ ടാബ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ റിബൺ കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് ടാബ്. ഈ ഒരു വാക്ക് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം. എപ്പോഴും ചോദിക്കുന്നതാണ്. റിബൺ കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് ടാബ്. ടാബുകളുടെ നിരയാണ് എന്തെന്ന് പറയുന്നത്? റിബൺ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഇനി വേർഡ് കാണുമ്പോൾ കാണാൻ പറ്റും, ഇങ്ങനെ നിരയായിട്ടാണ് വെച്ചേക്കുന്നത്. ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട് എന്നുള്ളത് ഒറ്റ നിരയിലാണ് വെച്ചേക്കുന്നത്. അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെന്താണ്?
ടാബ് പലതരത്തിലുള്ള ടാബ് ഉണ്ട്, ഓരോന്നിനും ഓരോ കമാൻഡുകളാണ് ഉള്ളത്. അപ്പൊ ആ ടാബുകൾ ഏതാന്നും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ടാബുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാബിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. കമാൻഡ് ടാബ്, കോണ്ടെക്സ്ച്വൽ ടാബ്, ടാബിന്റെ ഡിഫറെന്റ് ടൈപ്പുകളാണ് നെക്സ്റ്റ് പറയുന്നത്. അതിലൊന്നാണ് കമാൻഡ് ടാബ്, ദെൻ കോണ്ടെക്സ്ച്വൽ ടാബ്, പിന്നെ വരുന്നതാണ് പ്രോഗ്രാം ടാബ്. ഇതില് കമാൻഡ് ടാബ് എന്ന് പറയുന്നത് നമ്മളുടെ ഡോക്യുമെന്റ്, ഇപ്പൊ നമ്മൾ വേർഡ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വേർഡ് വിൻഡോ ഓപ്പൺ ആയി വരുന്ന സമയത്ത് ബൈ ഡീഫോൾട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ടാബിനെയാണ് കമാൻഡ് ടാബ് എന്ന് പറയാം. ബൈ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ടാബാണ്. അത് ഏതൊക്കെയാണ്? ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്, റിവ്യൂ, വ്യൂ. ഇങ്ങനെ 7 ടാബുകളാണ് ബൈ ഡീഫോൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്, റിവ്യൂ, വ്യൂ എന്നൊക്കെ പറയുന്നത് എന്ത് ടാബാണ്? കമാൻഡ് ടാബാണ്. നമ്മുടെ വേർഡ് ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് തന്നെ അതിനെ കാണാൻ പറ്റുന്നതാണ്. ഇനി അതിൽ തന്നെ ബൈ ഡിഫോൾട്ട് ഏതാണ് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്? ഹോം ടാബാണ് ആക്റ്റീവ് ആയിട്ട് നിൽക്കുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കോണ്ടെക്സ്ച്വൽ ടാബ്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യണ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡീഷണൽ കണ്ടന്റുകൾ, അഡീഷണൽ കമാൻഡുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. ഒരു ടെമ്പററി ടാബാണ്, ടെമ്പററി ആണ്, വേണമെങ്കിൽ ടെമ്പററി അല്ലെങ്കിൽ ഓപ്ഷണൽ എന്ന് പറയാം. നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് ടാസ്ക് എടുത്തു, ഒരു പിക്ചർ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അധികം ടൂളുകളുള്ള ഒരു സെപ്പറേറ്റ് ടാബ് അവിടെ വന്ന് നിപ്പുണ്ടായിരിക്കും. വേണമെങ്കിൽ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കണ്ട. അങ്ങനെ ഒരു ഓപ്ഷണൽ ടാബാണ് കോണ്ടെക്സ്ച്വൽ ടാബ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്കോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ടാസ്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അഡീഷണൽ കമാൻഡുകൾ ഉൾക്കൊള്ളുന്ന ടാബുകളാണ് കോണ്ടെക്സ്ച്വൽ ടാബ്. മാൻഡേറ്ററി അല്ല, അത് ഓപ്ഷണൽ ആണ്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അത് നമ്മൾ അതിനകത്ത് നിന്ന് സെലക്ഷൻ മാറുന്ന സമയത്ത് അത് പൊക്കോളും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ഡിസൈൻ, ലേഔട്ട്, ഡിസൈൻ, ലേഔട്ട്, ഫോർമാറ്റ് എന്ന് പറയുന്ന 3 ഡിസൈൻ, ലേഔട്ട്, ഫോർമാറ്റ്. ഇത് ഓരോന്നിന്റെയും അണ്ടറിലുള്ള ഡിസൈൻ ടാബ്, ലേഔട്ട് ടാബ് എന്ന് വെച്ച് തന്നെ പഠിക്കാനുണ്ട്. ഏറ്റവും കൂടുതൽ ഈ കോണ്ടെക്സ്ച്വൽ ടാബുകൾ ഉള്ളത് ഇൻസേർട്ട് ടാബിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഡിസൈൻ ടാബുകളെ കുറിച്ച് പഠിക്കുന്നത് നമ്മൾ ഇൻസേർട്ട് ടാബ് പഠിക്കുമ്പോഴായിരിക്കും. ഓരോന്നിനും ഉണ്ട്. ചാർട്ടിന്റെ ലേഔട്ട് ടാബ്, പിന്നെന്താണ് പിക്ചറിന്റെ ഫോർമാറ്റ്, ക്ലിപ്പ് ആർട്ടിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നും സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. അതിന്നെല്ലാം സെപ്പറേറ്റ് ഓരോ തവണ ഓരോന്നാണ് ക്വസ്റ്റ്യൻ വരണത്. അപ്പൊ അതെല്ലാം തന്നെ പഠിക്കേണ്ടതായിട്ടുള്ളതാണ്. സോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലേഔട്ട് ടാബ് ഉണ്ട്. അതിനകത്ത് ബാൻഡഡ് കോളം, ബാൻഡഡ് റോ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരണമെങ്കിൽ നമ്മൾ അത് ഫുള്ള് പഠിച്ചേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ക്രോപ്പ് വരുന്നത് ഫോർമാറ്റ് എന്ന് പറയുന്ന കോണ്ടെക്സ്ച്വൽ ടാബിലാണ്. അപ്പൊ അത് ഏതിന്റെ അണ്ടറിൽ വരുന്നതാണെന്നുള്ളത് അത് വെച്ച് കറക്റ്റ് ചെയ്ത് പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഡിസൈൻ ടാബിൽ ഇൻസേർട്ട് ടാബിൽ ഒത്തിരി പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ കോണ്ടെക്സ്ച്വൽ ടാബ് എന്താന്നുള്ളത് മനസ്സിലായോ? കോണ്ടെക്സ്ച്വൽ ടാബ് എന്താന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, പിന്നെ വരുന്നതാണ് പ്രോഗ്രാം ടാബ്. പ്രോഗ്രാം ടാബും കോണ്ടെക്സ്ച്വൽ ടാബും കണ്ടന്റ് ഒന്ന് തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം ടാബ് ഇത്തിരി പ്രശ്നക്കാരനാണ്. ഇയാൾ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങ് ഹിഡൻ ആയി പോകും. ബാക്കി ഒരു ടാബും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. എന്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ? പ്രോഗ്രാം ടാബ് മാത്രമേ പറ്റുള്ളൂ. ഇത് മാൻഡേറ്ററി ആണ്. ഇതിനകത്ത് എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്ത് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമാണ് മാൻഡേറ്ററി ആണ്. ഇത് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ടാബുകൾ ഫങ്ഷനിങ് ആവുള്ളൂ. അപ്പോൾ വൺസ് ഈ പ്രോഗ്രാം ടാബ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഹിഡൻ ആയി പോവും. പിന്നെ ഒരു ഇൻറ്റു മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് കാണുള്ളൂ. അപ്പം അങ്ങനെയുള്ള ടാബാണ് പ്രോഗ്രാം ടാബ് എന്ന് പറയുന്നത്. നമ്മളുടെ ഔട്ട്ലൈൻ അതുപോലെ തന്നെ പ്രിന്റ്, പ്രിവ്യൂ ഇതെല്ലാം എന്താണ്? പ്രോഗ്രാം ടാബിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതിലൊരു ക്ലോസ് ബട്ടൺ ഉണ്ടാകും. അതുപോലെ തന്നെ പവർ പോയിന്റിലെ മാസ്റ്റർ വ്യൂസ് വരുന്നതും എന്താണ്? പ്രോഗ്രാം ടാബായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ മാൻഡേറ്ററി ടാബിന്റെ പ്രശ്നം എന്താ, അല്ലെങ്കിൽ പ്രോഗ്രാം ടാബിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്
ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടാബുകളും ഹിഡൻ ആയി പോകും. ഇതിലെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ മറ്റ് ടാബുകൾ നമുക്ക് പിന്നീട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കണ്ടന്റ് വൈസ് രണ്ടും സെയിം തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് ക്ലിക്ക് ചെയ്തെടുത്ത സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമാൻഡ് തന്നെയാണ് പ്രോഗ്രാം ടാബിലും കാണിക്കുക. പക്ഷേ കോണ്ടെക്സ്റ്റുവൽ ടാബും പ്രോഗ്രാം ടാബും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ ഒരു സംഭവം, ഒരു ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് വെറുതെ അങ്ങനെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോണ്ടെക്സ്റ്റുവൽ ടാബ് ആണ്. പക്ഷെ അങ്ങനെ ഒരു ബട്ടൺ സെലക്ട് ചെയ്യണ സമയത്ത് ബാക്കി എല്ലാ ടാബിനെയും ഹിഡൻ ആക്കിക്കൊണ്ട് വേറൊരു പുതിയൊരു ടാബ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് പ്രോഗ്രാം ടാബ് ആണ്. ക്ലിയർ ആണോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആണോ? നിങ്ങളിത് കാണും, ഇനി സ്ക്രീൻ കാണുമ്പോൾ കാണും. ഞാനിത് വീഡിയോ എടുത്തിട്ട് സ്ക്രീൻ കാണിക്കാം എന്ന് ഓർത്തിട്ടാണ്. കണ്ടിന്യൂ ചെയ്യണോ നിർത്തണോ? 1 മണിക്കൂറായി. കണ്ടിന്യൂ ചെയ്യണോ നിർത്തണോ? ഇപ്പോൾ 2.6 ആയിട്ടുള്ളൂ. 2.13 വരെയുണ്ട്. സോറി, 2.13 ഉണ്ട്. 7, 8, 9, 10 എന്തായാലും ഒരു 7 കണ്ടന്റ് ഇനിയുണ്ട്. മതിയോ? ഓക്കെ. അപ്പോൾ നാളെ ക്ലാസ് ഉണ്ട്. നാളെ ഈ സെയിം സമയത്ത് തന്നെ ആയിരിക്കും, 8:30 to 9:30. അപ്പം സ്ക്രോൾ ബാർ തൊട്ട് നാളെ എടുക്കാം. ഓക്കെ. അപ്പോൾ ശരി, എന്നാൽ ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ.